ഇന്നത്തെ ധ്യാനത്തിനായി ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിലെ ചില വാക്യങ്ങൾ വായിക്കുകയാണ്. ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഞാനിങ്ങനെ വായിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലും മുടന്തനായിട്ട് യോനാഥാൻ്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് ലോദേബാരിൽ അമ്മിയേലിൻ്റെ മകനായ മാഖീരിൻ്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ചു ലോദേബാരിൽ അമ്മിയേലിൻ്റെ മകനായ മാഖീരിൻ്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ മകൻ മെഫിബോശത്ത് ദാവീദിൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് മെഫിബോശത്തെ എന്ന് വിളിച്ചതിന് അടിയൻ എന്നവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിൻ്റെ അപ്പനായ യോനാഥാൻ്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിൻ്റെ അപ്പനായ ശൗലിൻ്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചും കൊണ്ട്, ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് യുദ്ധങ്ങളുടെ കാലമാണ്. വല്ലാത്ത അരക്ഷിതബോധത്തിൻ്റെ കാലം. ഓരോ യുദ്ധവും വിതയ്ക്കുന്ന ദുരന്തങ്ങൾ വലുതാണ്. അതുമായി ബന്ധപ്പെട്ട പലായനങ്ങൾ, പ്രയാണം ചെയ്യുന്ന അഭയാർത്ഥികളുടെ എണ്ണം കൂടുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം ഇന്നും തീർന്നിട്ടില്ല. ഇറാൻ പാകിസ്ഥാൻ യുദ്ധം, യമനും അമേരിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. വല്ലാത്ത അരക്ഷിതബോധത്തിൻ്റെ കാലം, ആത്മഹത്യകൾ പെരുകുന്ന കാലം. ഒരുപക്ഷേ മറ്റ് ഏത് കാലത്തേക്കാളും അനേകം വൃദ്ധജനങ്ങൾ തള്ളപ്പെടുന്ന ഒരു കാലം. ഭിന്നശേഷിക്കാരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന കാലം. കോഴിക്കോട്ടെ ചക്കിട്ടപ്പാറയിലെ ജോസഫ് എന്ന് പറയുന്ന ഒരു ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തിട്ട് നാളുകളെയായുള്ളൂ. കാരണം എന്താണ് എന്ന് നമുക്കറിയാം. അയാൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ നിന്നുപോയപ്പോൾ വല്ലാത്ത ഒരു അരക്ഷിതബോധം. ഒരുപക്ഷെ മാനസിക രോഗിയായ തൻ്റെ മകൾക്ക് പോലും കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ ഇനിയും കിട്ടുകയില്ല എന്ന് അയാൾ ഉറച്ചപ്പോൾ വൃദ്ധനായ മനുഷ്യൻ ഈ ലോകത്തു നിന്ന് തന്നെ യാത്ര പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഭിന്നശേഷിക്കാരൻ്റെ മരണം മാത്രം ചൂണ്ടിക്കാണിക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഒരുപാട് വൃദ്ധജനങ്ങൾ തള്ളപ്പെടുന്ന ഒരു മണ്ണിലാണ്. 2-3 നാളുകൾക്ക് മുൻപ് മാധ്യമത്തിൽ വന്ന മറ്റൊരു വാർത്ത, അന്നക്കുട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീ, കുമളി സ്വദേശിയാണ്. ഏകമകൻ, ഒരുപാട് സ്നേഹിച്ച് പോറ്റി വളർത്തിയതാണ്. പ്രിയപ്പെട്ടവൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരു തുണയായി അയാൾ ഉണ്ടായിരുന്നു. അതിനുശേഷം തന്നെ മകൻ അവരെ സംരക്ഷിക്കും എന്നവർ വിചാരിച്ചു. പക്ഷെ മകന് ഭാര്യയായപ്പോൾ, കുടുംബമായപ്പോൾ അന്നക്കുട്ടിയെ ഉപേക്ഷിച്ച് യാത്ര പോയി. അന്നക്കുട്ടി ഒരുപാട് വൃത്തിയായപ്പോൾ, ഒരു നേരത്തെ ആഹാരം വെച്ച് കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ, രോഗിയായി തീർന്നപ്പോൾ താൻ സ്നേഹിച്ച അയൽക്കാർ കൊണ്ടുവന്ന ഭക്ഷണം കൊടുത്തു. എന്നിട്ടും അന്നക്കുട്ടിയെ തേടി ഒരു മകനും വന്നില്ല. ഒടുവിലൊരു രോഗിയായി മരണാസന്നയായപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുകയാണ്. അയൽക്കാരുടെ പരാതിയെ തുടർന്ന് പോലീസ് ഇടപെടുന്നു. പോലീസ് മകനെ ആളയച്ച് വരുത്തി ഹോസ്പിറ്റലിലാക്കുന്നു. എന്നാൽ ആ മാധ്യമത്തിൽ വന്ന വാർത്ത ശ്രദ്ധേയമായിരുന്നു. അന്നക്കുട്ടിയുടെ അരികിൽ ഏതാനും മണിക്കൂറുകൾ ആ മനുഷ്യൻ ചെലവിട്ടു. ഒടുവിൽ അരികിൽ നിന്ന മനുഷ്യനോട് പറഞ്ഞു, എൻ്റെ പട്ടിക്ക് ആഹാരം കൊടുക്കാൻ എനിക്കിന്ന് കഴിഞ്ഞില്ല, അതുകൊണ്ട് പട്ടിക്ക് ആഹാരം കൊടുക്കുവാൻ ഞാനൊന്ന് പോയിട്ട് വരാം. പട്ടിക്ക് ആഹാരം കൊടുക്കുവാൻ പോയവൻ പിന്നെ ആ വഴിക്ക് കടന്നു വന്നിട്ടില്ല. ഇതാണ് ലോകം, പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ മാനുഷിക ബന്ധങ്ങളെക്കാൾ വളർത്തുനായ്ക്കളോട് ബന്ധം കാണിക്കുന്ന ഒരു തലമുറയുടെ കാലമാണിത്. ഓമനിക്കുന്ന വളർത്തുനായെ മടിയിലിരുത്തി നഖം വെട്ടിക്കൊടുത്ത് അതിനെ മുന്തിയനം ഷാമ്പൂട്ട് കുളിപ്പിച്ച് അതിൻ്റെ വായിൽ ആഹാരം തിരികെ കൊടുക്കുന്ന മക്കളുള്ള കാലം, മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെടുന്ന കാലം. ഒരു പെറ്റ തള്ളയെയും വൃദ്ധജനമാകുമ്പോൾ ഒരമ്മയെയും കുനിഞ്ഞിരുന്ന് നഖം വെട്ടാൻ ശേഷിയില്ലാത്ത ഒരപ്പൻ്റെയും നഖം വെട്ടിക്കൊടുക്കാൻ ഈ കാലത്തെ ഒരു മക്കൾക്കും കഴിയുന്നില്ല. പക്ഷേ മടിയിലിരുത്തി നായ്ക്കുട്ടികളുടെ നഖം വെട്ടാൻ അവന് കഴിയും. ഇതാണ് ഈ കാലം. ഇത് വല്ലാത്ത അരക്ഷിതബോധത്തിൻ്റെ കാലമാണ്. ഈ കാലം നമ്മെ വല്ലാതെ വെല്ലുവിളിക്കുന്നുണ്ട്. വാർത്തകൾ വീണ്ടും തീരുന്നില്ല. അതേ മാധ്യമത്തിൽ വീണ്ടും വാർത്തകൾ വന്നു. മറ്റൊരു വാർത്ത ഞാൻ കണ്ടത്, ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്
ഒരു നേരത്തെ ആഹാരത്തിന് ക്ഷേത്രനടയിൽ ദിവസവും വരുന്ന ഒരു കമലാസനെ പരിചയപ്പെടുന്നുണ്ട്. അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് മാധ്യമത്തിനോട്, എനിക്കെന്നും ഇവിടുന്ന് ആഹാരം കിട്ടും, പക്ഷെ ഉറങ്ങാൻ ഇവർ അനുവദിക്കില്ല. ഞാൻ തെരുവോരങ്ങളിലോ കടത്തിണ്ണയിലോ കിടന്നുറങ്ങും. ഈ കാലത്ത് ഒരു ഭിന്നശേഷിക്കാരനെ, ഒരു മുടന്തനെ ചേർത്ത് നിർത്തിയ ദൈവത്തിൻ്റെ മഹാദയെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാലങ്ങളിൽ എന്നെ വല്ലാതെ മതിച്ച ഒരു വിഷയത്തിന്മേൽ ഈ രാത്രി ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അതിനായി ഞാൻ എടുത്തിരുന്ന വേദഭാഗമാണിത്. നിങ്ങൾ വായിച്ചു കേട്ട പാഠഭാഗവും ഇപ്പോൾ ഞാൻ വായിച്ച ഭാഗവും ഏതാണ്ട് സമാനമായ ഒരേ സംഭവം രേഖപ്പെടുത്തുന്നു. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 19 നിങ്ങൾ വായിച്ചു കേട്ടത്. ഞാൻ വായിച്ചത് ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിൽ നിന്നാണ്. ഇവിടെ ഒരു ജീവിതത്തെ പരിചയപ്പെടുത്തുകയാണ്. മുടന്തനാണ് അയാൾ. ഒരു യുദ്ധം തകർത്ത മണ്ണിൽ നിന്നും പലായനം ചെയ്യപ്പെട്ട ഒരു 5 വയസ്സുകാരൻ്റെ ജീവിതമാണ്. ഇസ്രായേൽ ഫെലിസ്ത്യരുമായി യുദ്ധം ചെയ്യുന്ന കാലം. അന്ന് അപ്പനായ യോനാഥാനും വല്യപ്പനായ ശൗലും യുദ്ധത്തിന് പോയി. രണ്ടുപേരും യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ്. ഗിൽബോവ പർവ്വതത്തിൽ നടക്കുന്ന യുദ്ധത്തിൽ ശൗൽ മരിച്ചു. ശൗലിനെ ആരും കൊന്നതല്ല, താൻ പിടിക്കപ്പെടുമെന്നറിഞ്ഞപ്പോൾ വാള് കുത്തി നിർത്തി അതിന്മേൽ വീഴുകയാണ്. അതിന് മുൻപ് തന്നെ സ്വന്തം മകൻ യോനാഥാൻ്റെയും മറ്റ് 2 മക്കളുടെയും മരണവാർത്ത അപ്പനായ ശൗൽ അറിയുന്നുണ്ട്. അപ്പൻ മരിച്ചു യോനാഥാൻ, വല്യപ്പൻ മരിച്ചു ശൗല്, എല്ലാവരും കൊല്ലപ്പെടുകയാണ്. ഈ വർത്തമാനം രാജകൊട്ടാരത്തിലെത്തിയപ്പോൾ 5 വയസ്സുള്ള മെഫീബോശത്ത് എന്ന് പറയുന്ന ഒരു കുഞ്ഞ്, അവൻ ജന്മനാ മുടന്തനല്ല, നല്ല ചുറുചുറുക്കുള്ള ഒരു കുഞ്ഞ്. 5 വയസ്സുള്ള കുഞ്ഞിനെ വളർത്തുകയാണ് ഒരു വേലക്കാരി. യുദ്ധത്തിന് പോകുമ്പോൾ അവരാണ് നോക്കുന്നത്. യുദ്ധവർത്തമാനം എത്തിക്കഴിഞ്ഞപ്പോൾ ഈ 5 വയസ്സുകാരനെ ഒക്കത്തെടുത്തുകൊണ്ട് രാജകൊട്ടാരത്തിൽ നിന്നും ഈ വേലക്കാരി ഓടി. തിരക്കിനിടയിൽ കയ്യിൽ നിന്ന് കുഞ്ഞു വഴുതിപ്പോയി, നിലത്തു വീണു, കാല് 2 മുടിഞ്ഞ് മുടന്തനായി. മുടന്തനായ ഈ കുഞ്ഞിനെ ലോദേബാറിൽ അമ്മിയേലിൻ്റെ മകനായ മാഖീര് ഏറ്റെടുക്കുകയാണ്. ഒരു മുടന്തനെ, ഒരു രോഗിയെ ചേർത്ത് നിർത്തുന്ന ലോദേബാറിലെ മാഖീരിൻ്റെ ഭവനം. ലോദേബാർ എന്ന വാക്കിൻ്റെ അർത്ഥം വരൾച്ച എന്നാണ്, ഒന്നുമില്ലായ്മ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരുപക്ഷേ വരൾച്ചയുടെ കാലത്ത്, വരണ്ട കാലങ്ങളിൽ ലോദേബാറിലെ ജനം ഈ കുഞ്ഞിനെ ഏറ്റെടുക്കുകയാണ്. ഒരഭയാർത്ഥിയായി, ഒരു വളർത്തുമകനായി ഏറ്റെടുക്കുകയാണ്. ഞാൻ പറയുന്നത് ലോദേബാരുകാരൊക്കെ നന്മയുള്ളവരാണ്. കാരണം ചരിത്രത്തിൻ്റെ വഴികളിൽ ഒത്തിരി നന്മയെ അവർ ചെയ്തിട്ടുണ്ട്. വരൾച്ച എന്ന വാക്കിനർത്ഥമെങ്കിൽ, ഒന്നുമില്ലായ്മയാണ് വാക്കിനർത്ഥമെങ്കിൽ, അതിനേക്കാൾ ഉപരിയായിരുന്നു അവരുടെ കരുതൽ. ദാവീദിനെ കരുതിയ വിധങ്ങളൊക്കെ ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദാവീദ് മഹനീമിൽ യുദ്ധപ്രയാണ കാലങ്ങളിൽ, പട്ടിണിയുടെ നാളുകളിൽ ഭക്ഷണവും അവർക്ക് കഴിക്കുവാനുള്ള പാത്രവും കിടക്കയുമൊക്കെ എത്തിച്ചു കൊടുത്ത ആളുകളാണ് ലോദേബാറിലെ ആളുകൾ. മെഫീബോശത്തിനെ അവർ വളർത്തി. മെഫീബോശത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എക്സ്റ്റർമിനേറ്റർ ഓഫ് ഷെയിം എന്നാണ്, ലജ്ജാനാശകൻ എന്ന. കുറെ ആന്തരികമായ അർത്ഥം പോയാൽ ഫ്രം ദ മൗത്ത് ഓഫ് ഷെയിം എന്നാണ്, ലജ്ജയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നവൻ. ഒരു പക്ഷേ മെഫീബോശത്ത് വളർച്ചയുടെ കാലങ്ങളിൽ അവന് തന്നെ ഒരു വിശേഷണം കൊടുക്കുന്നുണ്ട്. അതവൻ ദാവീദ് രാജാവിനോട് പറയുന്നുണ്ട്. ദാവീദ് മെഫീബോശത്തെ എന്ന് വിളിക്കുമ്പോൾ മെഫീബോശത്ത് തന്നെ പരിചയപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? ഞാനൊരു ചത്ത നായയാണെന്ന്. ലജ്ജകനായവൻ, ഞാനൊരു ചത്ത നായയാണെന്നൊരു വിശേഷണം കൊടുത്തു. അവൻ പറയുന്നു, രാജാവേ, ഈ ചത്ത നായ ഇനി എന്തിനു കൊള്ളാം? ഏതെങ്കിലും ഒരു കുഴിയിൽ വലിച്ചിട്ട് മൂടാനല്ലാതെ യോഗ്യതയില്ലാത്ത അടിയൻ എന്തുള്ളൂവെന്ന് ദാവീദിനോട് പറയുന്നവനായ മെഫീബോശത്ത്. ആ മെഫീബോശത്തിനെ ചേർത്ത് നിർത്തുകയാണ് ദാവീദ് രാജാവ്. ചേർത്ത് നിർത്തി രാജാവിൻ്റെ മേശയെങ്കിലെ ഭക്ഷണം കൊടുത്ത് രാജാവിൻ്റെ അവകാശത്തിൻ്റെ ഓഹരിക്കാരനാക്കി അവന് വേണ്ടി കരുതി, അവന് വേണ്ടി സ്നേഹിച്ച ഒരു ദാവീദുണ്ട്. ഒരു ഭിന്നശേഷിക്കാരനെ ചേർത്ത് നിർത്തിയ ദൈവത്തിൻ്റെ മഹാദയ കാണിക്കുന്ന ദാവീദ്. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, മെഫീബോശത്തിനോട് ദാവീദ് കാണിക്കുന്ന ദയ, അത് ദൈവത്തിൻ്റെ ദയയാണ്. ഈ ദയയ്ക്ക് 5 വിശേഷണങ്ങൾ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദയ എന്ന് ദാവീദ് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ രാജാവ് കാണിക്കുന്ന ദയയ്ക്ക് 5 വിശേഷണങ്ങളുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ഒരു പക്ഷേ മെഫീബോശത്തിനെ പോലെ ചത്ത നായയാണ് എന്ന് പറഞ്ഞിട്ട്, ഒരു യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ട്, വലിച്ചിട്ട് കുഴിച്ചു മൂടാനല്ലാതെ എന്നെ കൊള്ളില്ലാച്ചോ എന്ന് പറയുന്നുവെങ്കിൽ
ഈ രാത്രി കേൾക്കണം ദൈവത്തിൻ്റെ മക്കളെ, നിനക്ക് വേണ്ടി കരുതുന്ന, നിന്നോട് ദയ കാണിക്കുന്ന ദൈവത്തിൻ്റെ ഒരു മഹാകരുണയുടെ ലോകത്തിലാണ് ഞാനും നിങ്ങളും. ഇനി ഒരു ഭിന്നശേഷിക്കാരനും കൊല്ലപ്പെട്ടുകൂടാ, ഇനി ഒരു ആളും അവഗണിക്കപ്പെട്ടുകൂടാ, ഒരാളും ആത്മഹത്യ ചെയ്തുകൂടാ. ഞാനും നിങ്ങളും അത് വിചാരിക്കണമെങ്കിൽ, ഈ സഭയെ അതറിയണമെന്നുണ്ടെങ്കിൽ ഈ വചനത്തിലൂടെ ശാന്തമായി ഒന്ന് ധ്യാനിച്ചാൽ മനസ്സിലാകും എന്താണ് ഈ ദൈവത്തിൻ്റെ മഹാദയ. ഒരു ഭിന്നശേഷിക്കാരനോട് കാണിച്ച കരുണ എന്താണ് ഈ വിശേഷണങ്ങൾ? ഒന്ന്, ദാവീദ് രാജാവ് മെഫീബോശത്തിനോട് പറയുന്നു, മെഫീബോശത്തെ, ഇനി നീ ചത്ത നായയല്ല, നീ നിന്റെ അപ്പനായ യോനാഥാൻ നിമിത്തം ദൈവത്തിൻ്റെ ദയ അനുഭവിക്കുന്നവനാണ്. നിന്റെ അപ്പനായ യോനാഥാൻ നിമിത്തം ദൈവത്തിൻ്റെ ദയ അനുഭവിക്കുന്നവനാണ് നീ ചത്ത നായയല്ല. കടങ്ങളും കടമകളും ഒന്നും ദാവീദ് മറന്നിട്ടില്ല എന്നർത്ഥം. അപ്പനായ യോനാഥാൻ നിമിത്തം മെഫീബോശത്തിനോട് ദാവീദ് ദയ കാണിക്കുന്നു, അതും ദൈവത്തിൻ്റെ മഹാദയ. ദൈവത്തിൻ്റെ ദയയല്ലാതെ ദാവീദ് രാജാവിന് പകർന്നു കൊടുക്കുവാൻ സ്വന്തമായൊന്നുമില്ല. ആരാണ് ഈ യോനാഥാൻ? മെഫീബോശത്തിൻ്റെ അപ്പനാണ് എന്ന ഒരു പരാമർശം അത് നമുക്കറിയാം. അതിനപ്പുറം യോനാഥാനും ദാവീദും തമ്മിൽ ഒരു വലിയ ആത്മബന്ധമുണ്ട്. ഒരുപക്ഷേ അപ്പനായ ശൗല് ദാവീദിനെ മറന്നുപോയെങ്കിൽ ആ ശൗലിൻ്റെ മകനായ യോനാഥാൻ ദാവീദിനെ ചേർത്ത് നിർത്തുകയാണ്. ഫെലിസ്ത്യനായ ഗോലിയാത്തിനെ കൊന്നിട്ട് വരുന്ന ദാവീദിനെ എതിരേറ്റ് ചെന്നവനെ ചേർത്ത് നിർത്തി അവൻ്റെ അരികിൽ ഓടിച്ചെന്ന് ദാവീദിനോട് സ്നേഹം കാണിക്കുന്ന ഒരു യോനാഥാൻ. ശൗല് പലതവണ യോനാഥാനോട് പറഞ്ഞതാ, എൻ്റെ മകനായ യോനാഥാനെ, ദാവീദ് നമ്മുടെ ശത്രുവാണ്, നീ അവനോട് സ്നേഹബന്ധം പുലർത്തരുത്. അപ്പനായ ശൗലിൻ്റെ വാക്ക് യോനാഥാൻ കേട്ടില്ല, പകരം ദാവീദിനെ ചേർത്ത് നിർത്തുകയാണ്. അങ്ങനെ ഒരു നാളിൽ യോനാഥാൻ ദാവീദിനോട് ഇങ്ങനെ പറയുന്നു, ദാവീദേ, നീ ഇസ്രായേലിൻ്റെ രാജാവാകുന്ന ഒരു കാലമുണ്ട്, ഞാനതറിയുന്നുണ്ട്. ശമൂവേൽ എന്ന പ്രവാചകനും പുരോഹിതനുമായവൻ നിന്റെ ശിരസിന്മേലൊഴിച്ച അഭിഷേക തൈലമുണ്ടല്ലോ, അത് പുണ്യമാണ്. നീ ഇസ്രായേലിൻ്റെ രാജാവാകുന്ന ഒരു നാൾ എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോയേക്കാം, ഇല്ല എങ്കിൽ ഞാൻ ജീവിച്ചിരുന്നേക്കാം. ഞാൻ മരിച്ചാലും ജീവിച്ചാലും എന്നോട് നീ കരുണ കാണിക്കണം. ഞാൻ മരിച്ചു പോയാൽ എൻ്റെ സന്തതിയോട് നീ കരുണ കാണിക്കുമോ? ദാവീദ് പറഞ്ഞു, കരുണ കാണിക്കാം. വീണ്ടും 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 യോനാഥാൻ ഇത് പറയുകയാ, ഞാൻ കടന്നു പോയാലും എൻ്റെ സന്തതിയോട് നീ കരുണ കാണിക്കണം, ദയ കാണിക്കണം. എൻ്റെ കുടുംബവും എൻ്റെ ചാർച്ചകളും നശിച്ചു പോകരുത്. വീണ്ടും വീണ്ടും പറഞ്ഞ് ദാവീദിനെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചവനാണ് യോനാഥാൻ. അത്രമാത്രം ആഴമേൽ യോനാഥാൻ ദാവീദിനെ സ്നേഹിച്ചിരുന്നു. കാലങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് ദാവീദ് പഴയ ദാവീദല്ല, യുദ്ധം ജയിച്ച ദാവീദ. ഫെലിസ്ത്യരെ മാത്രമല്ല ദാവീദ് തോൽപ്പിച്ചത്, അരാമ്യരെ തോൽപ്പിച്ചു, മോവാബ്യരെ തോൽപ്പിച്ചു, അമ്മോന്യരെ, അമാലേക്കരെ എല്ലാം പിടിച്ചടക്കിയ ഇസ്രായേലിൻ്റെ വലിയ രാജാവ്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 8:14 പറയുന്നു, ദാവീദ് ചെന്ന എല്ലാ ഇടങ്ങളിലും അവന് ജയം നൽകി. ജയാളിയായപ്പോൾ പഴയ സ്നേഹിതനെ, അനുഭവിച്ച സ്നേഹം, അനുഭവിച്ച ദയ, അനുഭവിച്ച കാരുണ്യം ദാവീദ് മറക്കുന്നില്ല. അതുകൊണ്ട് രാജാവായി കഴിഞ്ഞപ്പോൾ ആദ്യം രാജകൊട്ടാരത്തിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ദാവീദിനറിയാമായിരുന്നു ശൗല് പട്ടുപോയി, യോനാഥാനും പട്ടുപോയി, ബാക്കി ആളുകൾ എവിടെയെന്ന് ദാവീദിനറിയില്ല. പക്ഷെ അകം കിടന്ന് തിളയ്ക്കുകയാ ഈ ജീവിതം, ഈ ആയുസ്, ഈ ആരോഗ്യം, ഈ ബലം. ഇസ്രായേലിൻ്റെ രാജാവായി നിൽക്കുമ്പോൾ ദാവീദ് രാജാവ് ഉറക്കെ വിളിച്ചു ചോദിക്കുന്നു, ആർക്കെങ്കിലും അറിയാമോ എന്നെ കരുതിയ, എന്നെ സ്നേഹിച്ച, എനിക്ക് പ്രാണൻ വെച്ച് തന്ന യോനാഥാൻ നിമിത്തം കരുണ കാണിക്കേണ്ടതിന് ആരെങ്കിലും ശൗലിൻ്റെ കുടുംബത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ? സീബ എന്ന ഒരു ഭൃത്യൻ അത് കേട്ടു. സീബ ഓടിച്ചെന്ന് ദാവീദ് രാജാവിനോട് പറയുന്നുണ്ട്, ഒരാളുണ്ട്, അവൻ ലോദേബാറിൽ കഴിയുകയാ, അവൻ അമ്മിയലിൻ്റെ മകനായ മാഖീരിൻ്റെ വീട്ടിൽ കഴിയുകയാ, ഒരഭയാർത്ഥിയായി അവനെ ചേർത്ത് നിർത്തിയ മനുഷ്യനാണ് മാഖീർ. ആരോഗ്യമുള്ളവനെ ആരും കൂട്ടിക്കൊണ്ടുപോകും, പക്ഷെ ഒരു മുടന്തനെ ആർക്ക് വേണമല്ലേ? ആ മുടന്തനെ ചേർത്ത് നിർത്തിയവനാണ് അമ്മിയേലിൻ്റെ മകനായ മാഖീർ.
അവൻ അവിടെ വളർന്നു. ദാവീദ് പറഞ്ഞു, അവനെ വിളിക്കാൻ മെഫിബോശത്തിനെ വിളിച്ചു കൊണ്ടുവരികയാ, അവനോട് കരുണ കാണിക്കുകയാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജന്മം കൊണ്ട് മുടന്തനായവനല്ല മെഫിബോശത്ത്. ഒരു യുദ്ധം സമ്മാനിച്ച മുറിവുകളാണ്. എന്നാൽ എത്രയോ ജീവിതങ്ങൾ, എത്രയോ ഭിന്നശേഷിക്കാർ ജന്മനായി ഈ ലോകത്തിൽ പിറന്നു വീഴുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നവർക്ക് പുറപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു ഉത്തരം തരുന്നുണ്ട്. പുറപ്പാട് 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, മോശ ദൈവത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മോശയോട് ദൈവം പറയുന്ന മറുപടിയാ, അല്ലയോ മോശയെ, മുടന്തരെയും ഊമരെയും സൃഷ്ടിച്ചത് ഞാനല്ലയോ? ദൈവം ചോദിക്കുന്ന ചോദ്യമാ, ഊമരെയും മുടന്തരെയും സൃഷ്ടിച്ചത് ഞാനല്ലയോ? കാരണം താനൊരു വിക്കനാണ് എന്ന് മോശ ദൈവത്തോട് പറഞ്ഞപ്പോൾ അവനെ കുറച്ചുകൂടൊന്ന് ബലപ്പെടുത്താൻ ദൈവം പറഞ്ഞ വാക്ക്, നീ ഒരു വിക്കനാണെന്ന് പറയുന്നല്ലോ, തടിച്ച നാവുണ്ടെന്ന് പറയുന്നല്ലോ, എന്നാൽ നീ അറിയണം, ഊമനെയും ബദിരെയും സൃഷ്ടിച്ചത് ഞാൻ തന്നെയാ, ചേർത്ത് നിർത്താൻ എനിക്ക് കഴിയും. ഇത് പറഞ്ഞിട്ട് ദൈവം മോശയോടൊരു കാര്യം പറഞ്ഞു, നീ അറിയണം മോശയെ, നിന്റെ സഹോദരനായ അഹരോൻ നിന്നെ എതിരേൽപ്പാൻ വരുന്നുണ്ട്. മോശ അറിഞ്ഞിട്ടില്ലാത്ത സത്യം, മോശയ്ക്കറിയില്ല തൻ്റെ സഹോദരൻ വരുന്നുവെന്ന്. കാരണം ഒരു കുഞ്ഞു പ്രായത്തിൽ ഞാങ്ങണപ്പെട്ടകത്തിൽ ഈജിപ്തിൽ നൈൽ നദിയിലൂടെ ഒഴുകിപ്പോയവനാണ് മോശ. 40 വർഷക്കാലം ഫറവോൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന കാലത്ത് അഹരോനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ കണ്ടു കാണാം, അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. പക്ഷേ 40-ാമത്തെ വയസ്സിൽ ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പലായനം ചെയ്യുന്ന മോശ അഭയാർത്ഥിയായി റഘുവേലിൻ്റെ ഭവനത്തിൽ അവൻ്റെ മക്കളെ വിവാഹം ചെയ്ത് അവിടെ കഴിയുന്ന നീണ്ട 40 വർഷക്കാലം രക്തബന്ധമായ സ്വന്തം സഹോദരനായ അഹരോനെ മോശ കണ്ടിട്ടില്ല. ഇന്നിതാ 80-ാമത്തെ വയസ്സിൽ സഹോദരൻ മോശയെ തേടി വരുന്നു. ചില കാഴ്ചകൾ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. രക്തത്തെ തിരിച്ചറിയാൻ തേടി വരുമ്പോൾ നാം അത് കാണണമെന്നില്ല, പക്ഷെ ദൈവം കാണുന്നുണ്ട്. മനുഷ്യൻ കാണാത്ത കാഴ്ചകൾ ദൈവം കാണുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. അതിൻ്റെ അർത്ഥം നിന്റെ സഹോദരൻ നിന്നോട് സംസാരിക്കാൻ, നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഇതാ വരുന്നുണ്ട്. എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം എന്നറിയാമോ? അല്ലയോ മോശേ, ഊമനായ ഒരുവൻ ഈ മണ്ണിൽ പിറന്നു വീണാൽ സംസാരശേഷിയുള്ള കോടാനുകോടി ആളുകളെ ഞാൻ ഈ മണ്ണിലേക്ക് അയക്കുന്നുണ്ട്. ഒരു മുടന്തനെ ഈ മണ്ണിലേക്ക് ഞാൻ അയച്ചാൽ എഴുന്നേറ്റ് നടപ്പാൻ കൽപ്പുള്ള കോടാനുകോടി ആളുകളെ ഈ മണ്ണിലേക്ക് ഞാൻ അയക്കുന്നുണ്ട്. 2 കൈയുമില്ലാത്ത ഒരു പിറവി ഈ മണ്ണിൽ ഉണ്ടായാൽ 2 കൈകളും കാലുകളുമുള്ള കോടാനുകോടി സഹോദരങ്ങൾ ഈ മണ്ണിൽ പിറക്കുന്നുണ്ട്. അവരുടെ കടമയാണ് ചേർത്ത് നിർത്താൻ. നിനക്ക് വേണ്ടി സംസാരിപ്പാൻ നിന്റെ സഹോദരൻ ഇതായി എത്തുന്നു. പ്രിയരെ, ദാവീദ് രാജാവ് ജീവിതത്തിലൊന്നും മറക്കാത്തവൻ, ലോദേബാറിലെ വീട്ടിൽ നിന്ന് ഇനി തൻ്റെ രാജകൊട്ടാരത്തിലാണ് അവൻ്റെ വാസം എന്നുറപ്പിക്കുകയാണ്. ഇത് കടങ്ങളാ, ഇത് ചില കടപ്പാടുകളാ, ഇത് കേവലം ഒരു ദയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യോനാഥാൻ്റെ നിമിത്തം അവനെ ഓർക്കുകയാണ്. ഒരുപക്ഷേ പുറപ്പാടിൻ്റെ പുസ്തകം 2:24 പറയുന്നത് പോലെ ഇസ്രായേൽ മക്കളെ രക്ഷിപ്പാൻ ദൈവം പറയുന്ന ഒരു ന്യായമുണ്ട്. ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത നിയമം ഓർത്തുപോയി. നിൻ്റെ പുണ്യമല്ല, നിൻ്റെ വിശേഷണമല്ല, നീ കാണിച്ച പുണ്യപ്രവർത്തികളുടെ ഒന്നുമല്ല, നിൻ്റെ അപ്പനായ അബ്രഹാമിനോട് ഇസഹാക്കിനോട് യാക്കോബിനോട് ഞാൻ ചെയ്ത നിയമം ഞാൻ ഓർത്തു. അതുകൊണ്ട് ഇസ്രായേലേ, നിൻ്റെ നിലവിളി കേട്ട് ഞാൻ നിന്നെ രക്ഷിക്കുകയാ. ദാവീദും അത് തന്നെയാണ് ചെയ്യുന്നത്. യോനാഥാൻ നിമിത്തം കടങ്ങളും കടപ്പാടുകളും ഏറ്റെടുക്കുകയാണ്. മനുഷ്യജന്മങ്ങളിൽ കടങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളും ഈ അനുഭവിക്കുന്ന എല്ലാ നന്മകളും വീട്ടാനുള്ള ചില കടങ്ങളാണെന്ന് തിരിച്ചറിയണം. ഹൈന്ദവ വേദം പഠിപ്പിക്കുന്നു, എല്ലാ മനുഷ്യനും കടബാധ്യതകളുണ്ട്, കടങ്ങളാണ്. ഓരോ മനുഷ്യനും ഓരോ ജന്മവും പഞ്ചഭൂതങ്ങളിൽ നിന്ന് വരുന്നതാണെങ്കിൽ എല്ലാ കടങ്ങളും പഞ്ചഭൂതങ്ങളായി മണ്ണിൽ മടക്കി കൊടുക്കണമെന്ന് വേദം പഠിപ്പിക്കുന്നു. അത് മണ്ണായും ജലമായും വായുവായും ആകാശമായും എല്ലാം കൊടുക്കണം. ദൈവത്തിൽ നിന്ന് വാങ്ങിയതൊക്കെ, ഈ മണ്ണിൽ നിന്ന് എടുത്തതൊക്കെ മണ്ണിലേക്ക് മടക്കി കൊടുക്കണം. ക്രൈസ്തവ സഭയെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം പറയുന്നു, കടപ്പാടുകളുണ്ട് നമുക്ക് ഈ ജന്മങ്ങളിൽ. എത്ര കടങ്ങളുണ്ട് എന്ന് ഓർത്താൽ തീരില്ല. ഈ നിൽക്കുന്ന ഞാൻ കടങ്ങളിലാണ്. മാനുഷികമായി ഒരു മനുഷ്യന് കൊടുക്കുവാനുള്ള തുകയുടെ കടങ്ങളല്ല, ഈ ജന്മത്തിൽ, ഈ ആയുസ്സിൽ ഈ അനുഭവിക്കുന്ന ദൈവകൃപയുടെ കടങ്ങൾ. ഒന്നും നമുക്ക് മറക്കാനാവില്ല.
മറക്കുന്നെങ്കിൽ അത് പാപമാണ്. ഓർക്കാൻ ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ, പട്ടിണിയുടെ നാളുകളിൽ ഒരു നേരത്തെ ആഹാരം വെച്ച് നീട്ടിയവരോടുള്ള കടങ്ങൾ, ഒരു നല്ല വസ്ത്രം സമ്മാനിച്ചവരോടുള്ള കടങ്ങൾ, വഴിയരികിൽ കാത്തു നിന്നപ്പോൾ വാഹനത്തിൽ കയറ്റി കൂട്ടിക്കൊണ്ട് പോയവരുടെ കടങ്ങൾ, പണമില്ല എന്ന് പറയാൻ ലജ്ജയായതുകൊണ്ട് നടക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് വണ്ടിക്കൂലി എടുത്തോളാം എന്ന് പറഞ്ഞ് കോളേജിൽ പഠിച്ച കൂട്ടുകാരനോടുള്ള കടങ്ങൾ, ഉച്ചഭക്ഷണം കഴിക്കാതെ ഇരുന്നപ്പോൾ കഴിച്ചതാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും കഴിച്ചതല്ല എന്ന് തിരിച്ചറിഞ്ഞ് പൊതിച്ചോറ് പങ്കുവച്ച ജീവിതങ്ങളോടുള്ള കടങ്ങൾ. എത്ര കടങ്ങളുണ്ട്. തൊഴിലില്ലാതെ അലഞ്ഞ നാളുകളിൽ ഒപ്പം കൂട്ടിയവർ, ഒരു മുറിയിൽ 7-8 പേർ ഉറങ്ങേണ്ട സാഹചര്യമുള്ളപ്പോൾ ഒരാളെ കൂടെ കൂട്ടാമോ എന്ന് ചോദിച്ചപ്പോൾ നിനക്കും ഈ പായുടെ ഒരൊറ്റത്തുറങ്ങാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, എല്ലാം കടങ്ങളല്ലേ പ്രിയരെ? ദാവീദ് ഓർക്കുന്നതും ഈ കടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ദൈവത്തിൻ്റെ ദയയല്ലാതെ മറ്റൊന്നുമല്ല. മനുഷ്യനിങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ ആരോടാണ് കരുണ കാണിക്കേണ്ടത്, കാട്ടിത്തരാമോ? ഒരു ഭിന്നശേഷിക്കാരനെ കാട്ടിക്കൊടുത്തപ്പോൾ ദാവീദ് ചേർത്ത് നിർത്തുകയാണ്. 2, മെഫീബോശത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന രണ്ടാമത്തെ വിശേഷണം, മെഫീബോശത്തെ, നീ ഇനി ചത്ത നായയല്ല, രാജാവിൻ്റെ മേശയിലെ ഭക്ഷണം കഴിക്കുന്നവനാണ്. നീ ഇനി ചത്ത നായയല്ല, നീ രാജാവിൻ്റെ മേശയിലെ ഭക്ഷണം കഴിക്കുന്നവനാണ്. വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എന്നെ വല്ലാണ്ട് ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. 4 പ്രാവശ്യം ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിൽ ഈ ഭക്ഷണമേശയെക്കുറിച്ച് ദാവീദ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 2 ശമൂവേൽ 9-ാം അധ്യായം 7-ന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, നീയോ നിത്യം എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. 10-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് വീണ്ടും പറയുന്നു, മെഫീബോശത്ത് നിത്യം എൻ്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചു കൊള്ളും. 11-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് വീണ്ടും പറയുന്നു, രാജകുമാരിൽ ഒരുത്തൻ എന്ന പോലെ ദാവീദിനെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചു. 13-ാമത്തെ വാക്യത്തിൽ അവസാനം വീണ്ടും പറയുന്നു, അവൻ യെരൂശലേമിൽ തന്നെ പാർത്തു, രാജാവിൻ്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചു. ഈ രാജാവിൻ്റെ പന്തിഭോജനത്തിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വിളിക്കപ്പെട്ട ഇതിത്ര പറയാനെന്തിരിക്കുന്നല്ലേ? ഈ വേദപുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എത്ര അർത്ഥവത്തായും പ്രാധാന്യത്തോടും കൂടി ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനും നിങ്ങളും എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓർക്കണം പ്രിയരെ, രാജാവിൻ്റെ മേശയിങ്കലെ പന്തിഭോജനം ഒരു വലിയ ഭാഗ്യമാണ്, ഒരു വലിയ പദവിയാണ്. ഒരുപക്ഷേ ലോദേബാറിലെ മാഖീർ എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ ഒരർത്ഥപ്പട്ടിണിക്കാരനാവാം. ഈ അർത്ഥപ്പട്ടിണിക്കാരൻ്റെ ഭക്ഷണത്തിൻ്റെ ഓഹരികൾ കഴിച്ചവൻ, സ്നേഹഭക്ഷണത്തിൻ്റെ ഓഹരിക്കാരൻ, ഇനി രാജാവിൻ്റെ ഭക്ഷണമേശയിൽ മുടന്തനെങ്കിലും ചാഞ്ഞിരുന്നു കൊണ്ട് രാജാവിനോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന വലിയ പദവിയിലേക്ക് വരികയാണ്. വലിയ നിയോഗം, വലിയ ക്ഷണം, വലിയ പദവി. എല്ലാവരോടും ദാവീദ് ഇത് പറഞ്ഞില്ല. അവിടെയുള്ള ആളുകളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള നിലം ഞാൻ മടക്കിത്തരാം. എന്നാൽ നീയോ മെഫീബോശത്തെ, നീ മാത്രം രാജാവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നിന്നെ ഞാൻ വിളിക്കുകയാണ്. പ്രിയരെ, ദാവീദ് രാജാവിൻ്റെ മേശ ഒരു പന്തിഭോജനത്തിന് ഒരുക്കമാണെങ്കിൽ ഞാൻ നിങ്ങളെ മറ്റൊരു പന്തിഭോജനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കി വയ്ക്കുന്ന വലിയ സ്വർഗീയമായ ഒരു പന്തിഭോജനമുണ്ട്. ഒരു സ്വർഗീയമായ പന്തിഭോജനം. വിശുദ്ധ മത്തായി കുറെ കൂടെ വ്യക്തതയോടെ ഒരു ഉപമയെന്ന വണ്ണം ക്രിസ്തു പറയുന്ന വാക്കുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് മനുഷ്യനെയും ഒരു പന്തിഭോജനത്തിലേക്ക് രാജാവ് ക്ഷണിക്കുകയാണ്. അതൊരു സ്വർഗീയ പന്തിഭോജനമാണ്. എന്താണ് സ്വർഗരാജ്യം എന്ന് പറയുവാൻ മത്തായിയുടെ സുവിശേഷത്തിൽ ക്രിസ്തു ശ്രമിക്കുമ്പോൾ, ശിഷ്യന്മാരെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉപമകൾ ധാരാളം പറയുന്നുണ്ട്. അതിൽ കഴിഞ്ഞ ഞായറാഴ്ച 1-2 വിശേഷണങ്ങൾ നമ്മൾ കേട്ടതാണ്. കഴിഞ്ഞ ഞായറാഴ്ചയിലെ ധ്യാനത്തിൽ നിങ്ങൾ കേട്ടു, സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഒരു കടുകുമണിയോട് സദൃശ്യമാണ്. അതിന് താഴെ പറയുന്നു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യമാണ്. സ്വർഗരാജ്യം ഒരു കടുകുമണിയാണ്.
എന്ത് കടുകുമണിയാണ് പ്രിയപ്പെട്ടവരെ? വെറുതെ ഇരുന്ന കടുകുമണിയല്ല സ്വർഗരാജ്യം. അതൊരു മനുഷ്യനെടുത്ത് വയലിൽ വിതയ്ക്കുന്നതാണ് സ്വർഗരാജ്യം. വയലിൽ വിതയ്ക്കുന്നത് മാത്രമല്ല, അതിൻ്റെ പുറന്തോട് പൊട്ടുന്നതാണ് സ്വർഗരാജ്യം. അതിൽ നിന്ന് പുതിയ ജീവൻ ഉറവയെടുക്കുന്നതാണ് സ്വർഗരാജ്യം. അത് വളരുന്നതാണ് സ്വർഗരാജ്യം. അത് ഉയരവൃക്ഷമായി അത് തളിർക്കുന്നതാണ് സ്വർഗരാജ്യം. അതിലുണ്ടാകുന്ന കായ്കൾ ആകാശ പറവകൾ വന്ന് ഭക്ഷിക്കുന്നതാണ് സ്വർഗരാജ്യം. അതിൻ്റെ ചില്ലയിൽ പറവകൾ കൂടുവെക്കുന്നതാണ് സ്വർഗരാജ്യം. ഞാനും നിങ്ങളും സ്വർഗരാജ്യത്തിലേക്ക് പറക്കുന്നെങ്കിൽ കടുകുമണിയായിരിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഒരു പ്രശ്നമില്ല. ഒരു കടുകുമണിയായി വെറുതെ ഇരിക്കാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വറചട്ടിയിൽ എണ്ണയിൽ വീണ് പൊട്ടിത്തെറിക്കാം. ഒരു ഭക്ഷണത്തിന് മണമായും രുചിയായും തീരാം. എന്നിട്ട് ഭക്ഷണം ആമാശയത്തിലൂടെ കയറിയിറങ്ങി പോകുന്നതിനെ സ്വർഗരാജ്യത്തിന് ഉപമയോട് വയ്ക്കരുത് നിങ്ങൾ. പകരം പുറന്തോട് പൊട്ടുന്ന ജീവിതത്തെ ഉപമയാക്കുകയാണ് ക്രിസ്തു. വിതയ്ക്കപ്പെടണം കടുകുമണി. വിതയ്ക്കപ്പെടുന്ന കടുകുമണിയാണ് സ്വർഗരാജ്യമെങ്കിൽ, മറ്റു മാവിനോട് ചേർത്ത് വയ്ക്കുന്ന ഒരൽപ്പം പുളിച്ച മാവാണ് സ്വർഗരാജ്യമെങ്കിൽ, അതേ പുസ്തകത്തിൽ വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്നു, ഇതൊരു പന്തി ഭോജനമാണ്. ഒരു രാജാവ് തൻ്റെ രാജകുമാരന് വേണ്ടി ഒരുക്കിയ പന്തി ഭോജനം. ആ പന്തി ഭോജനത്തിൽ രാജാവ് എല്ലാവരെയും വിളിച്ചു. ഒരുപാട് ആളുകളെ, മാന്യരായ ആളുകളെ, പ്രമുഖരായ ആളുകളെ, ആഠ്യത്വമുള്ളവരെ ഒക്കെ വിളിച്ചു രാജാവ്. വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, ആരും വന്നില്ല. ഒടുവിൽ രാജാവ് പറയുകയാ, തിരുവോരങ്ങളിൽ പോയി ആളുകളെ വിളിക്കുക, മുടന്തരും മൂമരും ചെകിടരുമൊക്കെ വരട്ടെ. അവർ വന്ന് ഈ രാജശാലയിൽ, ഭോജനശാലയിൽ ഭക്ഷണം കഴിക്കട്ടെ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, മുടന്തരും മൂമരും ചെകിടരും ഒക്കെ വന്ന് ഈ ഭോജനശാല നിറഞ്ഞു, വാതിലടഞ്ഞു. എന്നെ ഏറെ ചിന്തിപ്പിച്ച കാര്യം എന്താണെന്നറിയാമോ? രാജാവ് വന്ന ആളുകളെ കാണുവാൻ ഇറങ്ങി വന്നു എന്നുള്ളതാണ്. സ്വർഗീയമായ പന്തി ഭോജനം. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഞാനും നിങ്ങളും എൻ്റെ തമ്പുരാൻ ഒരുക്കിയ സ്വർഗീയമായ പന്തി ഭോജനത്തിൻ്റെ ഓഹരിക്കാരായി എത്രയോ കാലങ്ങളായി തീർന്നിരിക്കുന്നല്ലേ. ഓരോ വിശുദ്ധ കുർബാനയും സ്വർഗീയ അപ്പം വിളമ്പുന്ന സ്വർഗത്തിൻ്റെ പന്തി ഭോജനമാണ്. ഓരോ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാനയിൽ ഈ കല്യാണശാലയിലേക്ക് ദൈവം തമ്പുരാൻ നമ്മെ വിളിക്കുകയാണ്. ആരും വന്നില്ല എങ്കിലും യോഗ്യതയില്ലാത്ത എന്നെയും നിങ്ങളെയും, ചത്ത നായ എന്ന് വിളിക്കപ്പെടുന്ന എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചാക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം, എന്ത് യോഗ്യതയാ? വിളിച്ചത് രാജാവാണ്. കല്യാണശാലയിൽ ഞാനും നിങ്ങളും എത്തണം. രാജാവ് ഇറങ്ങി വന്നത് എന്തിനാണെന്നറിയാമോ? കല്യാണ വസ്ത്രം എല്ലാവരും ധരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉറപ്പാക്കുകയാണ്. സൗജന്യമായി വച്ചിരിക്കുന്ന കല്യാണ വസ്ത്രം അതെല്ലാവരും ധരിച്ചിട്ടുണ്ടോ? രാജാവ് ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ കല്യാണ വസ്ത്രം ധരിച്ചിട്ടില്ല. അയാളോട് രാജാവ് ചോദിക്കുന്നുണ്ട്, സ്നേഹിത, നിന്റെ കല്യാണ വസ്ത്രം എവിടെയാണ്? വേദപുസ്തകത്തിൽ പറയുന്നു, അയാളുടെ വാക്ക് മുട്ടിപ്പോയി. ഒന്നും പറയാൻ അയാൾക്കുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഓരോ ഞായറാഴ്ചകളിലും സ്വർഗത്തിലെ തമ്പുരാൻ ഇറങ്ങി വരുന്നുണ്ടല്ലേ. ഒരുപക്ഷെ നമ്മൾ കരുതിയിരിക്കുന്നത് അപ്പവീഞ്ഞുകൾ വെച്ചിരിക്കുന്ന പരിശുദ്ധ മദ്ബഹായിൽ സ്വർഗത്തിലെ തമ്പുരാൻ ഇറങ്ങി വന്നത് ശുദ്ധീകരിക്കുകയാണ്. അത് തന്നെ, സ്വർഗത്തിലെ തമ്പുരാൻ അവൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് ആ മേശയിലെ അപ്പവീഞ്ഞുകൾ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഈ രാത്രി നിങ്ങൾ അറിയണം പ്രിയരെ, നിന്നെ അറിഞ്ഞ്, നിന്നെ നോക്കാൻ, നിന്റെ അരികിലിരിക്കാൻ, നിന്റെ അരികിലേക്ക് രാജാവ് ഇറങ്ങി വരുന്നുണ്ടെന്ന്. നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്നൊന്നറിയാൻ, നിന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കാൻ, നീ ഇരിക്കുന്ന ചാരുബെഞ്ചിൻ്റെ അരികിൽ, നീ ഇരിക്കുന്ന കസേരയുടെ അരികിൽ, നീ ഇരിക്കുന്ന ഗായിക സംഘത്തിൻ്റെ ബെഞ്ചിനരികിൽ സ്വർഗത്തിലെ തമ്പുരാൻ ഈ കല്യാണശാലയിൽ ഇറങ്ങി വരുന്നുണ്ട്. കല്യാണ വസ്ത്രമുണ്ടോ എന്നറിയാനാ, ഒരുങ്ങിയിട്ടുണ്ടോ എന്നറിയാനാ. ഒരുപാട് കൂദാശകളുണ്ട് സഭയിൽ. 7 കൂദാശകൾ നമുക്ക് രേഖപ്പെടുത്തി സഭ തന്നിട്ടുണ്ട്. അതിലേറെ ശ്രദ്ധിക്കപ്പെടേണ്ട, ഒരുപക്ഷെ കർത്താവിൻ്റെ ശരീരവും രക്തവും ഊറ്റിത്തന്ന ഒരു കൂദാശ വിശുദ്ധ കുർബാനയാണ്. ആ വിശുദ്ധ കുർബാനയ്ക്ക് ഞാനും നിങ്ങളും എത്ര മാന്യതയും
എത്ര ആദരവും കൽപ്പിക്കുന്നുവെന്ന് ശാന്തമായി ശോധന ചെയ്യണം. നമുക്കേറെ ഇഷ്ടമുള്ള കൂദാശ വിവാഹമാണ്. ആ വിവാഹത്തിന് വേണ്ടി മാസങ്ങൾക്കും ആണ്ടുകൾക്ക് മുമ്പേ ഒരുങ്ങുന്നവരെ, വിവാഹത്തിന് വേണ്ടി കല്യാണ വസ്ത്രം ഒരുക്കി കാത്തിരിക്കുന്നവരെ, വിവാഹം കൃത്യസമയത്ത് നടക്കേണ്ടത് കൊണ്ട്, ഒരുക്കം കൃത്യസമയത്ത് നടക്കേണ്ടത് കൊണ്ട് എല്ലാം കരുതി വയ്ക്കുന്നവരെ, വിശുദ്ധ കുർബാന എന്ന പാവനമായ കൂദാശയുടെ മുൻപിൽ എവിടെയാണ് നമ്മുടെ ഒരുക്കം? നിന്നെ തേടി നിൻ്റെ അരികിൽ ഒരു രാജാവ് ഇറങ്ങി വരുന്നുവെന്ന് നീ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇതൊക്കെ ഒരു രസമാണ്. വിവാഹം അങ്ങോട്ടാകുന്ന സമയത്ത് പണ്ട് കാലങ്ങളിലൊക്കെ പെൺകുട്ടിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് ഒരുക്കങ്ങളൊക്കെ. ബ്യൂട്ടീഷ്യൻ വന്നാൽ പെൺകുട്ടിക്ക് വേണ്ടി മാത്രമാണ്. പഴയ കാലങ്ങളിൽ ഒരാൺകുട്ടിയും ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് ഒരുങ്ങാൻ അങ്ങനെ പോയ കാലമില്ല. ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപാട് ഒരുങ്ങും. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും മാത്രമല്ല, മണിക്കൂറുകൾക്ക് മുമ്പ് ഒരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. പെൺകുട്ടിയുടെ അമ്മ ആദ്യം ഇരിക്കും, പിന്നെ പ്രിയപ്പെട്ടവരൊക്കെ ഇരുന്ന് കൊടുക്കും. ഒടുവിൽ അച്ഛൻ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ വീട്ടുനായകൻ ഇങ്ങനെ ഒരു വാക്കൂടെ പറയും, അച്ഛാ കൊച്ചിൻ്റെ അമ്മ അങ്ങോട്ട് ഒരുങ്ങിക്കഴിഞ്ഞതേ ഉള്ളൂ, അതിനു മുമ്പ് വേറെ ആളുകൾ കസേരയിൽ ഇരുന്നു കൊണ്ട് അവരെയും പുട്ടിയിട്ട് വിട്ടു, ഇപ്പോൾ കൊച്ചിൻ്റെ അമ്മയുടെ തീർന്നേ ഉള്ളൂ, കൊച്ചങ്ങോട്ട് പുട്ടിയിടാൻ തുടങ്ങിയതേ ഉള്ളൂ, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പോയാട്ട് തിരക്കുണ്ടെങ്കിൽ ഞങ്ങൾ സമയത്തിന് അങ്ങ് എത്തിയേക്കാം, സമയത്തിന് ഞങ്ങളെത്താം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് വിശുദ്ധ വിവാഹം എന്ന് പറയുന്ന കൂദാശയ്ക്ക് ഗൗരവമായി കണ്ടെത്തുന്നവരെ, അതിനേക്കാളൊക്കെ എത്രയോ ഉപരിയാണ്, പാവനമാണ് വിശുദ്ധ കുർബാന. സ്വർഗത്തിലെ അപ്പൻ്റെ പന്തി ഭോജനമല്ലേ? നിങ്ങളറിയണം, നീ ഒരുക്കത്തിൻ്റെ കല്യാണ വസ്ത്രം, വിശുദ്ധിയുടെ കല്യാണ വസ്ത്രം ധരിക്കണം. ആ സ്വർഗീയ പന്തിഭോജനത്തിൽ അത് മാത്രമല്ലേ അർത്ഥം. ഓരോ പന്തിഭോജനത്തിലും ആ ഉപമ പറയുന്നു, നീ വൈകി എത്തരുത്, വാതിലടയും മുമ്പേ നീ എത്തണം. വിശുദ്ധ കുർബാനയിൽ ദേവാലയത്തിലെത്തുന്നവരെ ഓർമ്മപ്പെടുത്തുകയാ, വൈകി എത്തരുത്. ഈ കല്യാണശാലയിൽ, സ്വർഗത്തിലെ അപ്പം മുറിക്കുന്ന കല്യാണശാലയിൽ വൈകി വരരുത്, വാതിലടയും മുമ്പേ എത്തണം. ഞാൻ ചിന്തിക്കുന്നത്, ഓരോ ദേവാലയങ്ങളിലും മാർത്തോമാ പള്ളികളിൽ വിശുദ്ധ കുർബാന ആരംഭിക്കുവാൻ മണിയടിച്ചാൽ വാതിൽ അടയ്ക്കണമെന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ അടയ്ക്കില്ല. കാരണം വൈകി എത്തുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് അച്ഛനറിയാം. അതുകൊണ്ട് തന്നെ അച്ഛൻ ഗായക സംഘത്തോട് പറയും, ആദ്യത്തെ പാട്ട് നീട്ടിപ്പാടിക്കൂ, ആളുകൾ വരട്ടെ, നീട്ടിപ്പാടിക്കൂ, ഒരു 10 ചരണവും നീട്ടിപ്പാടിക്കൂ, അപ്പോഴത്തേക്കിനും ആളുകളൊക്കെ വരും. ഒരച്ഛൻ പരസ്യം നടുക്കാണ് വെക്കുന്നത് ഏറ്റവും നല്ലത് എന്നെനിക്ക് ഉപദേശിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ അത് പുസ്തകത്തിലൊക്കെ എഴുതിയിരിക്കുന്നത് കൊണ്ടല്ലേ പരസ്യം നടുക്ക്? അല്ലച്ചാ, അത് മാത്രമല്ല അതിൻ്റെ ഗുണം. പരസ്യം നടുക്ക് വെക്കുന്നത് കൊണ്ട് മറ്റൊരു ഗുണമുണ്ട്. പരസ്യം തീരുമ്പോഴത്തേക്കെങ്കിലും കുറച്ച് ആളുകൾ വരും. ഒന്നുമല്ലെങ്കിൽ കുമ്പസരിക്കാതെ കുർബാന കൊള്ളുന്നവരുടെ എണ്ണം അത്രയെങ്കിലും കുറയ്ക്കാമല്ലോ എന്നൊരു ഉപദേശം. എനിക്ക് ആ ഉപദേശം രസമായി തോന്നി. നടുക്ക് വെക്കുന്നതാണ് നല്ലത്. കാരണം ഉണർന്നെഴുന്നേറ്റ് വരുമ്പോഴത്തേക്കിന് പരസ്യമാണ് കേട്ടോണ്ട് വരുന്നത്, നമുക്ക് വലിയ സങ്കടം തോന്നില്ല. ഈ കല്യാണശാല സ്വർഗീയ അപ്പൻ്റെ കല്യാണശാലയാ. വാതിലടയും മുമ്പ് എത്തണം പ്രിയരെ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആർത്തിയോടെ ഭക്ഷിക്കരുത് എന്നൊരു സംഗതി കൂടെയുണ്ട്. നിൻ്റെ ഊഴം കാത്ത് നീ ഭക്ഷിക്കണം, പിന്നത്തേതിൽ ശേഷിപ്പിക്കരുത്. ഇത് രാജാവിൻ്റെ മേശയാണെന്ന് തിരിച്ചറിയണം. ചത്ത നായയല്ല, എന്നെയും നിങ്ങളെയും യോഗ്യരാക്കി സ്വർഗീയ പന്തിഭോജനത്തിൻ്റെ രാജാവിൻ്റെ മേശയെങ്കിലേ ഭക്ഷണം കഴിക്കാൻ വിളിച്ച ഒരു ദൈവമുണ്ട്. ഇത് ദൈവത്തിൻ്റെ ദയയല്ലാതെ മറ്റെന്താണ്? ഈ ഭാഗത്ത് നൽകുന്ന മൂന്നാമത്തെ ദൈവത്തിൻ്റെ ദയ മെഫീബോശത്തിനോട് കാണിക്കുന്ന ദാവീദിനെ കുറിച്ച് പറയുന്നു. മൂന്നാമത്തെ വിശേഷണം, അവനെ രാജാവിൻ്റെ അവകാശത്തിൻ്റെ ഓഹരിക്കാരനാക്കുകയാണ്. ദൈവത്തിൻ്റെ ദയ, രാജാവിൻ്റെ അവകാശത്തിൻ്റെ ഓഹരിക്കാരൻ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നിൻ്റെ അപ്പനായ ശൗലിൻ്റെ നിലം ഞാൻ നിനക്ക് മടക്കിത്തരികയാണ്. നിലം മുഴുവനും ഞാൻ നിനക്ക് മടക്കിത്തരാം. നിൻ്റെ വല്യപ്പനായ ശൗലിൻ്റെ നിലം ഞാൻ നിനക്ക് തരികയാണ് സൗജന്യമായി. ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു കാലത്ത് ഈ നിലം മുഴുവനും ശൗലിൻ്റെ വകയായിരുന്നല്ലോ, ഇസ്രായേലിലെ രാജാവായ ശൗലിൻ്റെ വക. ഇപ്പം പിന്നെ ദാവീദ് ശൗലിൻ്റെ മകനായ യോനാഥാന് ഇതങ്ങോട്ട് കൊടുത്താൽ അതിൽ ഇത്ര അർത്ഥം എന്തായിരിക്കുന്നേ? അങ്ങ് കൊടുത്താൽ പോരെ. പക്ഷെ നിങ്ങൾ അറിയണം, ഒരിക്കൽ പോലും യോനാഥാൻ അവകാശം പറയാനില്ലാത്തതാണ് ഈ മണ്ണ്. കാരണം
പഴയ രാജാവിൻ്റെ കൊച്ചുമകൻ എന്ന നിലയിലല്ല. ഈ മണ്ണ് ഫെലിസ്ത്യരുടെ കയ്യിൽ പെട്ടുപോയതാ, കൈമറിഞ്ഞു പോയ അവകാശങ്ങളാ. ഇന്ന് ദാവീദ് ജീവൻ കൊടുത്തത് നേടിയെടുത്തതാ. ഇന്നതിൻ്റെ അവകാശി ദാവീദ് രാജാവാ. അവകാശിയായ ദാവീദ് രാജാവിൻ്റെ അവകാശം, അവൻ്റെ മണ്ണ് ഇതാ മെഫീബോശത്തിന് സൗജന്യമായി നൽകുകയാണ്. നൽകുന്നു എന്ന് മാത്രമല്ല, അരികെ നിന്ന സീബയോട് ഇങ്ങനെ പറഞ്ഞു, മെഫീബോശത്തിന് വേണ്ടി സീബയെ നീ കൃഷി ചെയ്യണം. നീ നിൻ്റെ മക്കളും ഈ മണ്ണിൽ കൃഷി ചെയ്ത് നിൻ്റെ യജമാനനായ മെഫീബോശത്തിന് വേണ്ടി ആഹാരമുണ്ടാക്കണം. ഒരു ഭിന്നശേഷിക്കാരനെ അധ്വാനിക്കാൻ നിലത്തിൽ വിടാൻ ദാവീദിന് മനസ്സനുവദിച്ചില്ല. പകരം സീബയോട് പറയുകയാണ്, നീയാണ് മണ്ണിൽ പണിയെടുക്കേണ്ടത്. മെഫീബോശത്തിന് നീ ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. ചേർത്ത് പിടിക്കുകയാണ് ദാവീദ് രാജാവ്. തളർന്നു പോയവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ മഹാകരുണ. രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, എത്രയോ ജീവിതങ്ങൾ ഇതുപോലെ തളർന്നു പോകുന്നവരാ. നിലത്ത് അധ്വാനിപ്പാൻ ശേഷിയില്ലാത്തവർ, ഒരുപക്ഷെ ആരോഗ്യമില്ലാത്തവർ, എഴുന്നേറ്റ് നടക്കാൻ കെൽപ്പില്ലാത്തവർ. ഈ അടുത്ത കാലത്ത് ഒരു വാർത്താ മാധ്യമത്തിൽ ഒരു വാർത്ത ഇങ്ങനെ കാണിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ അഭിമുഖം എടുക്കുമ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ മാധ്യമത്തിൽ സംസാരിക്കുന്നുണ്ട്, എനിക്ക് 2 ചക്രങ്ങളുള്ള ഒരു വാഹനം കിട്ടിയിരുന്നെങ്കിൽ, ഒരു വീൽ ചെയർ കിട്ടിയിരുന്നെങ്കിൽ സാറേ ലോട്ടറി കച്ചവടം നടത്തിയെങ്കിലും ജീവിക്കാമായിരുന്നു. 2 കാലും തളർന്നു പോയ ഒരു സാധു, ഒരു പരമസാധുവായ ഒരു ചെറുപ്പക്കാരൻ പറയുന്ന വാക്കാ. 2 ചക്രങ്ങളുള്ള ഒരു കസേര കിട്ടിയ ഞാൻ എൻ്റെ ഉപജീവനമാർഗം കണ്ടോളാം, ലോട്ടറി കച്ചവടമെങ്കിലും നടത്തി. ആ വാർത്ത രാവിലെ വിട്ടെങ്കിൽ വൈകുന്നേരമായപ്പോൾ അതേ ചാനലിൽ കാണിച്ചു. ഒരു പ്രവാസി മലയാളി ആ ചെറുപ്പക്കാരന് ഒരു വീൽ ചെയർ സമ്മാനിക്കുകയാണ്. അയാളുടെ ശബ്ദവും കേൾപ്പിക്കുന്നുണ്ട് ചാനലുകാരൻ. അയാൾ ഇങ്ങനെ പറയുന്നു, ഇതാ വീൽ ചെയർ നിനക്ക് ലഭിച്ചല്ലോ, ലോട്ടറി കച്ചവടത്തിനുള്ള സഹായവും ഞാൻ തന്നെ ചെയ്തോളാം, ഞാൻ നാട്ടിൽ വരുമ്പോൾ നിന്നെ കണ്ടുകൊള്ളാം. പ്രവാസി മലയാളിയുടെ മുഖം കാണിക്കുവാൻ അയാൾ ആഗ്രഹിച്ചില്ല. പകരം ഒരു വാർത്ത കേട്ടപ്പോൾ ചേർത്ത് നിർത്തുന്ന ദൈവത്തിൻ്റെ മഹാകരുണ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ ഞാനും നിങ്ങളും ഒരു ചെറുവിരൽ നീട്ടിക്കൊടുത്താൽ, ഒന്ന് ചേർത്ത് നിർത്തിയാൽ ഒരു ഭിന്നശേഷിക്കാനും ഈ മണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാവില്ല. ഒന്ന് ചേർത്ത് പിടിക്കാൻ മനസ്സുണ്ടോ എന്നുള്ളതാ. നിനക്ക് കഴിയില്ല എങ്കിൽ സീബയെ നീ അധ്വാനിച്ച് കൊടുക്കണം. ഇന്നേക്ക് ചില മാസങ്ങൾക്ക് മുൻപ് മാർത്തോമാ സഭ തന്നെ ഒരു മിനിസ്ട്രി നടത്തുന്നുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിലുള്ള മിനിസ്ട്രി. ആ മിനിസ്ട്രിയുടെ ഇപ്പോഴത്തെ ചുമതല വഹിക്കുന്നത് എൻ്റെ ബാച്ചിൽ പഠിച്ച എൻ്റെ ഒരു സ്നേഹിതനായ പട്ടക്കാരനും നിങ്ങളുടെ നാട്ടുകാരനുമാണ്. ഞങ്ങൾ 2 പേരോട് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ അച്ഛൻ്റെ, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ കോൾ വരികയാണ്. എന്നോട് കാര്യം പറയുന്നതിനിടയിൽ പലതവണ അച്ഛനത് കട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി അതങ്ങ് എടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യം പറയാം. സ്നേഹിതനായതുകൊണ്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ഇടാ ഇത് രാവിലെ തൊട്ടേ വിളിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ആരാ? അത് കൊച്ചിയിൽ എറണാകുളത്തുള്ള ഒരു സ്നേഹിതനാണ്, ട്രാൻസ്ജെൻഡറാണ്. ഞാൻ ചോദിച്ചു, എന്താ അദ്ദേഹത്തിൻ്റെ ആവശ്യം? മീൻ കച്ചവടം നടത്തി ജീവിച്ചോളാം എന്ന് കരുതി 500 രൂപ 1000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി മീൻ കച്ചവടം നടത്തി പലപ്പോഴും നഷ്ടങ്ങളാണ്. എവിടെയെങ്കിലും ഇരുന്ന് കച്ചവടം ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ ഓടിച്ചുവിടും, മീൻ വെള്ളം വീഴുന്നുവെന്ന് കരുതി. ഇപ്പോൾ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, അവിടെ ഒരു തട്ടിട്ട് മീൻ കച്ചവടം നടത്തണം. ആ തട്ട്, ഒരു സ്റ്റീലിൻ്റെ തട്ട് വെൽഡ് ചെയ്തെടുക്കാൻ അവൻ ആവശ്യപ്പെടുന്നത് 15,000 രൂപയാണ്. ഞാൻ ചോദിച്ചു, അതിനാണോ ഈ ഫോൺ കട്ട് ചെയ്യുന്നത്? എന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛൻ അറിയാമോ ഈ മിനിസ്ട്രി ഞാൻ പോകുന്ന വഴികൾ ഒത്തിരി പ്രയാസപ്പെട്ട, അതുകൊണ്ട് എനിക്ക് അവനോട് എന്ന് മറുപടി പറയണമെന്നറിയില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞോളൂ, അത് റെഡി ആയിക്കൊള്ളാൻ, സഹായിക്കാൻ അനേക കരങ്ങളുണ്ട് എന്ന് വിശ്വസിച്ചോളൂ, സങ്കടപ്പെടേണ്ട. പിന്നെയും വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, എൻ്റെ അരികിലിരുന്ന അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ആ തട്ട് വാങ്ങിച്ചോളാൻ പൈസ ഉടനെ എത്തിച്ചു തരാം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, കൃത്യം 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഒരു സ്റ്റീൽ തട്ടിൻ്റെ പുറത്ത് കുറച്ച് മത്സ്യമൊക്കെ വെച്ച് കച്ചവടം ചെയ്യുന്ന ഒരു പാവപ്പെട്ട ട്രാൻസ്ജെൻഡർ ഒരു നാളിൽ വീട് വിട്ടിറങ്ങിയതാണ്.
ആരും കാണാനില്ലാത്തവരെ ചേർത്ത് നിർത്തുന്ന മലങ്കര മാർത്തോമ സുറിയാനി സഭയ്ക്കായി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നോളം ഇറങ്ങിച്ചെല്ലാത്ത മിനിസ്ട്രിയാണത്. ആയിരക്കണക്കിന് ആളുകളുണ്ട് പ്രിയരെ ഇതുപോലെയുള്ള ജീവിതങ്ങൾ. ട്രാൻസ്ജെൻഡേഴ്സിനെ ആർക്കാ വേണ്ടത്? ഭിന്നശേഷിക്കാരെ ആർക്കാണ് വേണ്ടത്? എന്നാൽ ഈ രാത്രി നിങ്ങൾ കേൾക്കുക, ഒരു ചെറുവിരൽ നീട്ടിക്കൊടുത്ത ഇന്നിതാ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൻ്റെ പരസ്യ പ്രസ്താവനയിൽ ഇവിടെ ഇരുന്ന പ്രിയപ്പെട്ട സജി സാറൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ പരസ്യ പ്രസ്താവനയിൽ അച്ഛൻ സൂചിപ്പിച്ചല്ലോ, തിരുമനസ് സൂചിപ്പിച്ചല്ലോ, അനേക ഭിന്നശേഷിക്കാരുണ്ട്, അവരുടെ ഇടയിൽ നമുക്ക് വേലയുണ്ട്. ഞാനും നിങ്ങളും ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നതിൻ്റെ ഒരു മീതി ബാക്കി വെച്ചാൽ ചേർത്ത് പിടിക്കാം. ഇത് ദാവീദ് കൊടുത്ത ദയ ദൈവത്തിന് മഹാദയാണ്. അവനോട് പറയുന്നു, നീ എൻ്റെ അവകാശത്തിൻ്റെ ഓഹരിക്കാരനാണ്. ദാവീദിന് നല്ല ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെ ജീവിതം മുഴുവനും മൊത്തത്തിലൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ദാവീദ് രാജാവ് സ്വർഗത്തിലെ തമ്പുരാൻ്റെ സന്നിധിയിൽ ഒരു പാട്ടുപാടി. ആ പാട്ടിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? 16-ാം സങ്കീർത്തനത്തിൽ ഇസ്രായേലിലെ മധുരഗായകൻ കഴിഞ്ഞകാല ജീവിതങ്ങൾ ഓർത്തുറക്കപ്പാടി, എൻ്റെ അവകാശത്തിൻ്റെയും എൻ്റെ പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാണ്. എൻ്റെ അവകാശത്തിൻ്റെയും എൻ്റെ പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാണ്. ദാവീദിനറിയാം ജീവിതം, ഈ കാണുന്ന ശരീരം, ഈ ആയുസ്, ഈ പ്രാണൻ, ഈ അവകാശം എൻ്റെ തമ്പുരാൻ്റെ അവകാശത്തിൻ്റെ പങ്ക. ഓർത്തുപോയി കഴിഞ്ഞ കാലങ്ങൾ. ദാവീദ് ആട്ടിടയ ചെക്കനായിരുന്നവൻ, ഇശായിയുടെ 8 മക്കളിൽ തള്ളപ്പെട്ടവനായി ഒടുക്കത്തവനായി വളർന്നവനാണ് ദാവീദ്. ആടിൻ്റെ ചൂരുവേറി നടന്നവൻ. 3 സഹോദരങ്ങൾ ശൗലിൻ്റെ മിലിട്ടറിയിൽ ഉദ്യോഗം ചെയ്യുമ്പോൾ ഇവനെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് കരുതി ആടിനെ മേയ്ക്കാൻ അപ്പനായി ഇശായി പറഞ്ഞു വിട്ടു. 7 പേരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ശമൂവേൽ ചോദിക്കുന്നുണ്ട്, ഇവരിൽ ഒരാളെ ഇസ്രായേലിൻ്റെ രാജാവാക്കാൻ യഹോവയായി ദൈവം പറഞ്ഞു. 7 എണ്ണത്തെ ഇശായി പിടിച്ചു നിർത്തിക്കൊടുത്തു. ഇതിലാരെങ്കിലും ഒരാളാണ് യഹോവ ഉദ്ദേശിച്ചത്. ഓരോരുത്തരെയും കണ്ടിട്ട് ശമൂവേൽ പറയുന്നുണ്ട്, ഇവനല്ല, ഇവനെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഒരാളുണ്ട്, അതാണ് ദാവീദ്. എല്ലാം ഓർമ്മയുണ്ട് ദാവീദിന്. ഫിലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ ഒരു കല്ല് കൊണ്ട് എയ്തു വീഴ്ത്തിയത് ദാവീദിന് ഓർമ്മയുണ്ട്. ശൗലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടാതിരിക്കുവാൻ ഒരു പേപ്പട്ടിയെപ്പോലെ പലായനം ചെയ്ത് ഓർമ്മയുണ്ട് ദാവീദിന്. അരപ്പട്ടിണിയും മുഴിപ്പട്ടിയും പട്ടിണിയും ഓർമ്മയുണ്ട് ദാവീദ് രാജാവിന്. പട്ടിണിയുടെ നാളുകളിൽ വിളിക്കാത്ത അടിയന്തരത്തിന് പോയിട്ട് ഒരു നേരത്തെ ആഹാരം തരാമോ എന്ന് ചോദിച്ച ഒരു ലജ്ജയില്ലാതെ ഇരുന്ന അനുഭവങ്ങളുണ്ട് ദാവീദിന്. അത് ദാവീദിൻ്റെ ജീവിതമാണ്. പട്ടിണി കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ അഹീമേലെക്ക് എന്ന് പറയുന്ന പുരോഹിതൻ്റെ അരികിൽ ചെന്ന് കഴിക്കാൻ വല്ലതുമുണ്ടോ എന്ന് ഒളിവിൽ പാർത്ത കാലത്ത് ഓടിച്ചെന്ന് ചോദിച്ചപ്പോൾ, രാത്രിയുടെ യാമത്തിൽ ഒന്നുമില്ല കുഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ, പൊട്ടിക്കരയാൻ തുടങ്ങിയപ്പോൾ അഹീമേലെക്ക് എന്ന പുരോഹിതൻ പറയുന്നുണ്ട്, കുഞ്ഞെ നിൽക്കുക, വിശുദ്ധ കുർബാനയ്ക്ക് വെച്ചിട്ടുള്ള കാഴ്ചയപ്പമുണ്ട്, ഈ രാത്രി കഴിയുമ്പോൾ ഞാനതെടുത്ത് കളയും, നിനക്ക് വേണമെങ്കിൽ അതെടുത്ത് തരാം. അഹീമേലെക്കിൻ്റെ അരികിൽ നിന്ന് കുർബാനയപ്പം ഭക്ഷിച്ച് വിശപ്പ് മാറ്റിയ ദാവീദിൻ്റെ ജീവിതം ദാവീദിന് ഓർമ്മയുണ്ട്. ഒന്നും ദാവീദ് മറന്നിട്ടില്ല. ഇനിയും അറിയണമോ? യുദ്ധപ്രയാണ വഴികളിൽ ആരും താങ്ങാനില്ലാത്തപ്പോൾ, മഹനീയമിൽ പട്ടിണിയായപ്പോൾ, ലോദേബാരിലെ ആളുകൾ എങ്ങനെയോ വിവരമറിഞ്ഞപ്പോൾ, ആഹാരവും ഭക്ഷണവും കിടക്കയൊക്കെയായി വന്നപ്പോൾ സ്നേഹത്തോടെ ഏറ്റുവാങ്ങി വയറ് നിറച്ചുണ്ടത് ദാവീദിന് ഓർമ്മയുണ്ട്. ഹെബ്രോനിൽ 7 വർഷം രാജാവായിരുന്നപ്പോൾ ജീവിതം തീർന്നു എന്നറിഞ്ഞവനാണ് ദാവീദ്. ഹെബ്രോനിലെ 7 വർഷത്തെ രാജഭരണത്തിൽ നിന്നൊന്നുമല്ല എന്നറിഞ്ഞപ്പോൾ ഇസ്രായേലിൻ്റെ എല്ലാ അവകാശങ്ങളും ലഭിച്ച വലിയ രാജാവായത് ദാവീദിന് ഓർമ്മയുണ്ട്. ഇതാണ് ജീവിതം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ അവകാശവും എൻ്റെ പാനപാത്രവും തമ്പുരാനാണ്. ഞാൻ കഴിക്കുന്ന ഭക്ഷണം ദൈവത്തിൻ്റെ ദാനം, ഞാൻ കുടിക്കുന്ന വെള്ളം ദൈവത്തിൻ്റെ ദാനം. ആ ദാനം അനുഭവിക്കാൻ ഇടയായത് മെഫിബോശത്തെ, നിൻ്റെ അപ്പനായ യോനാഥാൻ കാരണം കൂടിയാ. യോനാഥാനെ നീ ഇല്ലായിരുന്നുവെങ്കിൽ നിൻ്റെ അപ്പനായ ശൗലിനെ കൊന്നുകളയുമായിരുന്നു. ഓരോ തവണ ശൗല് കൊല്ലുവാൻ ആഗ്രഹിക്കുമ്പോഴും യോനാഥാൻ ഒളിച്ചിരുന്നത് കേൾക്കും. എന്നിട്ട് ഓടിച്ചെന്ന് ദാവീദിനോട് പറയും, ദാവീദേ മാറിക്കൊള്ളണം, നിന്നെ കൊല്ലാൻ എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാണൻ, ഈ ആയുസ്
നിൻ്റെ കൂടെ കാരുണ്യമാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെയൊക്കെ ഈ ആയുസ്സും ഈ പ്രാണനും ഈ ജീവിതമൊക്കെ ദൈവത്തിൻ്റെ അവകാശമല്ലേ? അവൻ്റെ അവകാശത്തിൻ്റെ ഓഹരിക്കാരല്ലേ ഞാനും നിങ്ങളും? എന്ത് നന്മയാണ് നമുക്ക് പറയാനുള്ളത് ലോകപ്രകാരം? ദൈവം തന്നതല്ലാതെ നമുക്കെന്താ ഉള്ളത്? ഒരു പക്ഷേ വിളിക്കാം, ഒരു ചത്ത നായയാണ്. ഈ നിന്ന് പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഒരു പക്ഷേ ഒരു കാലത്ത് സ്വയം വിശേഷിപ്പിക്കാം, ഒരു ചത്ത നായയാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ് ഞാൻ. ഒരു നന്മയും പറയാനില്ല. അപ്പൻ്റെ പാരമ്പര്യമോ അമ്മയുടെ പാരമ്പര്യമോ ആരുടെയും പാരമ്പര്യങ്ങളില്ല. ഒരു പാരമ്പര്യവും പറയാനില്ലാത്ത എന്നെയും ഒരു നാളിൽ ദൈവം വിളിച്ചാക്കി വൈദിക സെമിനാരിയിൽ പഠനത്തിനായി ചേർന്ന് പഠിച്ച് ഒരുപക്ഷെ 24 വർഷം വട്ടത്തെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ദൈവം ഒരുപാട് ഇടങ്ങളിൽ എന്നെ ആക്കിയെങ്കിൽ, ആഗ്രഹിക്കാത്ത നന്മകളിലൂടെ എന്നെ കൊണ്ടുപോയെങ്കിൽ എനിക്കും പറയാനുണ്ട്, ചത്ത നായായി എന്നെ നിൻ്റെ അവകാശത്തിൻ്റെ ഓഹരിക്കാരനാക്കിയ ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും അനാഥരല്ല, നിങ്ങളാരും അന്യം നിന്നവരുമല്ല, നിങ്ങളാരും അവഗണിക്കപ്പെട്ടവരുമല്ല. എൻ്റെ തമ്പുരാൻ്റെ അവകാശത്തിൻ്റെ ഓഹരിക്കാരാ. ഇനിയില്ല എന്ന് മാർത്തോമാക്കാരൻ പറയരുത്. ഒരു മാർത്തോമാക്കാരനും ഇല്ല എന്നൊരു വാക്കുച്ചരിക്കരുത്. ശാന്തമായി തിരിഞ്ഞു നോക്കണം. കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി നന്മകൾ അനുഭവിച്ചില്ലേ? ഒരുപാട് നന്മകൾ. ഈ മണ്ണിൽ ഇങ്ങനെ സുന്ദരമായ പന്തലിൻ്റെ കീഴിലിരുന്നു കൊണ്ട് വചനം കേൾക്കുമ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ വന്ന പൂർവ്വ പിതാക്കന്മാരെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇവിടുത്തെ കാട്ടുമൃഗങ്ങളോട് മല്ലടിച്ച് കുഞ്ഞുങ്ങൾക്ക് ആഹാരം വെച്ചു കൊടുക്കാൻ നിവർത്തിയില്ലാതെ വന്ന നാളുകളിൽ ഒത്തിരി പ്രാർത്ഥിച്ച മാതാപിതാക്കളെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇന്ന് സുരക്ഷിതമായി ഞാനും നിങ്ങളും പാർക്കുമ്പോൾ ഇല്ല എന്ന് പറയരുത്. ദാവീദിനെ പോലെ പറയണം, എൻ്റെ അവകാശത്തിൻ്റെയും എൻ്റെ പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാണ്. അതുകൊണ്ട് തന്നെ വിട്ടുകൊടുക്കാൻ ദാവീദിന് മടിയില്ല. എടുത്തുകൊള്ളുക, ശൗലിൻ്റെ നിലമൊക്കെയും എടുത്തുകൊള്ളുക, സൗജന്യമായി നിനക്ക് നൽകുകയാണ്. ദാവീദ് രാജാവ് കാണിക്കുന്ന ദയ, ദൈവത്തിൻ്റെ ദയ. 4-ാമത്തെ വിശേഷണം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. വായിക്കുമ്പോൾ ശമൂവേലിന്റെ 2-ാം പുസ്തകം 15-ാം അധ്യായത്തിലൂടെ ഒക്കെ നിങ്ങളൊന്ന് കടന്നു പോകണം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 15-ാം അധ്യായത്തിലൂടെയും കടന്നു പോകണം. 19-ാം അധ്യായത്തിലെ ഒരു വാക്യം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 4-ാമത്തെ ചിന്ത പറയുകയാ. അലയോ മെഫീബോശത്തെ, നിന്നെ ഉള്ളതുപോലെ അറിയുന്ന, നിന്റെ ഹൃദയം അറിഞ്ഞ് നിന്നോട് ഇടപെടുന്ന ഒരു ദൈവത്തിൻ്റെ ദയയുണ്ട്. നിന്നെ ഉള്ളതുപോലെ അറിയുന്ന, നിന്റെ ഹൃദയത്തെ അറിഞ്ഞ് നിന്നോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ദയ. ഇവിടെ വായിച്ചു കേട്ട 19-ാം അധ്യായം, ശമൂവേലിന്റെ 2-ാം പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ഇനി നിന്റെ കാര്യം അധികം പറയുന്നത് എന്തിന്? ഒത്തിരി പറയണ്ട നീ, എനിക്കെല്ലാം മനസ്സിലായി. ഇത് ധ്യാനിക്കണമെങ്കിൽ, ഇത് വ്യാഖ്യാനിക്കണമെങ്കിൽ അല്പം ചരിത്രം നിങ്ങൾ അറിയണം. പ്രിയരെ, ഞാൻ ഇതുവരെ പ്രസംഗിച്ചതൊക്കെ ഇസ്രായേലിൽ അവകാശമുള്ള വലിയവനായ ദാവീദ് രാജാവിനെ കുറിച്ചാണ്. ഇനി ഞാൻ പറയുന്നത് അധികാരം നഷ്ടപ്പെട്ടവനായി സ്വന്തം മകനായ അബ്ശാലോമിനോട് പോരടിച്ച് നിൽക്കാൻ കെൽപ്പില്ലാതെ മകനെ ഭയപ്പെട്ട് ഓടിയൊളിച്ച ഇസ്രായേലിൻ്റെ രാജാവിനെ കുറിച്ചാണ്. ഒരു മകനെ പേടിച്ച് അപ്പൻ ഓടുമോ, ഓടിയൊളിക്കുമോ? ഒരു ചോദ്യമാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഒരുപാട് അപ്പന്മാർ മക്കളെ പേടിച്ച് ഓടിയൊളിക്കുന്നുണ്ട്. മാർത്തോമാ സഭയിൽ തന്നെ വളരെ മാന്യമായ പദവിയിലിരുന്ന ഒരു മനുഷ്യൻ്റെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യാൻ പോയപ്പോൾ അറിയാതെ കുശലം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, കാര്യമൊക്കെ നല്ലതാച്ച, പക്ഷേ അപ്പനും മകനും തമ്മിൽ തെറ്റി നിൽക്കുകയാണ്. എന്നിട്ട് അച്ഛൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു, മകൻ വൈകി വന്നാൽ അപ്പം നേരത്തെ വീട്ടിൽ കയറും. അപ്പൻ അടുത്ത വീട്ടിൽ വരുമ്പോൾ അവിടെ വീട്ടുകാരോട് അന്വേഷിക്കും അവൻ വന്നിട്ടുണ്ടോ എന്ന്. അവൻ വന്നിട്ടുണ്ടെങ്കിൽ മകൻ ഉറങ്ങിയിട്ട് അപ്പം പുരയ്ക്കകത്ത് കയറുകയുള്ളൂ. ഇനി അപ്പനാണ് നേരത്തെ വരുന്നെങ്കിൽ അപ്പൻ ഉറങ്ങിയിട്ട് മകൻ കയറുകയുള്ളൂ. പരസ്പരം കാണാതിരിക്കാൻ അവർ ശ്രമിക്കുകയാണ്. മകനെ പേടിച്ച് ഓടി ഒളിച്ച ഒരു രാജാവ് സ്വന്തം മകനായ അബ്ശാലോമിനെ പേടിച്ച്
ശമൂവേൽ 2-ാം പുസ്തകം 15-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 30-ാമത്തെ വാക്യം: ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. അബ്ശാലോം കൊന്നുകളയുമോ എന്ന് പേടിച്ച്, അബ്ശാലോമിനെ ഇസ്രായേലിലെ ആളുകൾ സ്നേഹിക്കുന്നു എന്നറിയപ്പോൾ, ഇനി അപ്പനായ എന്നെ വെച്ച് കളയുകയില്ല എന്ന് കരുതിയപ്പോൾ, പ്രാണൻ മടക്കി കിട്ടുമല്ലോ എന്ന് കരുതി തലമൂടി കാലിൽ ചെരുപ്പിടാതെ ഇസ്രായേലിലെ രാജാവ് ഒലിവുമലയുടെ കയറ്റം കയറി ഓടിമറയുകയാണ്. മലമുകൾ കയറി താഴെ ഇറങ്ങിയപ്പോൾ രാജാവ് ഒരു കാഴ്ച കണ്ടു. നമ്മുടെ പഴയ കഥാപാത്രം സീബ, മെഫീബോശത്തിൻ്റെ ഭൃത്യനായ സീബ. സീബ കഴുതപ്പുറത്ത് കുറേ ആഹാര സാധനങ്ങളുമായി എതിരേറ്റു വരികയാണ്. ഉണക്കമുന്തിരിങ്ങ, അത്തിപ്പഴം എല്ലാമുണ്ട്, വെള്ളമെല്ലാം കരുതിയിട്ടുണ്ട്. സീബയെ കണ്ട് ദാവീദ് ഒരുപാട് സന്തോഷിച്ചു. സാധനങ്ങളെല്ലാം ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ദാവീദ് സീബയോടൊരു ചോദ്യം ചോദിച്ചു: സീബയെ, മെഫീബോശത്ത് എവിടെയാണ്? നിൻ്റെ യജമാനനായ മെഫീബോശത്ത് എവിടെ? സ്വാഭാവികമായ ഒരു ചോദ്യം. എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കൊടുത്ത് പോറ്റിയവനെവിടെ? എൻ്റെ അവകാശത്തിൻ്റെ ഓഹരി കൊടുത്തവനെവിടെ? ഞാൻ കരുണ കാണിച്ച് ചേർത്ത് നിർത്തിയവനെവിടെ? സീബേദിന് കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? അലയോ രാജാവേ, ഞാൻ പോരാനൊരുങ്ങിയപ്പോൾ എൻ്റെ യജമാനനോട് ഞാൻ പറഞ്ഞതാ ദാവീദിനെ എതിരേൽപ്പാൻ പോകുകയാണെന്ന്. അവൻ പറഞ്ഞതൊക്കെ നുണയാണ്, പരമ നുണയടിച്ചു വിടുകയാണ്. അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതാണ് മെഫീബോശത്തിനോട് എൻ്റെ കൂടെ വരാൻ. പക്ഷേ അയാൾ പറഞ്ഞതെന്താണെന്നറിയാമോ? ദാവീദ് പോയി കഴിഞ്ഞാൽ ഇനി ഇസ്രായേലിലെ രാജാവ് ഞാനാണ്, അതുകൊണ്ട് ഞാൻ വരികയില്ല എന്നെന്നോട് പറഞ്ഞു. പക്ഷേ എനിക്കങ്ങയെ മറക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. ഉടനെ ദാവീദ് രാജാവ് സീബയോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ആദ്യം മെഫീബോശത്തിന് കൊടുത്ത അവകാശ ഭൂമി മുഴുവനും നിൻ്റെ പേരിൽ എഴുതി തരികയാണ്. ഇനി മെഫീബോശത്തിന് ഒരവകാശവും ആ മണ്ണിലില്ല. സീബയെ, നിലം മുഴുവനും നീ സ്വന്തമായി എടുത്തുകൊള്ളുക. ദാവീദ് രാജാവ് കൽപ്പന കൊടുത്തു. സീബ സന്തോഷത്തോടെ മടങ്ങി വന്നു. കാലങ്ങൾ പിന്നെയും കഴിഞ്ഞു. അബ്ശാലോം രാജകുമാരൻ കൊല്ലപ്പെട്ടു. ഇസ്രായേലിൻ്റെ രാജാവായവൻ ദാവീദ് രാജാവ് ഓടിയൊളിച്ചവനെ തേടി ആളുകൾ ചെന്നു. ദാവീദ് രാജാവിനെ ജനങ്ങൾ യെരുശലേമിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. യെരുശലേമിലേക്ക് മടങ്ങുവാൻ യോർദാൻ കടന്നു വരുന്നവനായ ദാവീദ് രാജാവിനെ എതിരേൽപ്പാൻ മുടന്തനായ മെഫീബോശത്തും ചെല്ലുകയാണ്. മെഫീബോശത്തിനെ കണ്ടപ്പോൾ ദാവീദ് രാജാവ് ആദ്യം ചോദിക്കുന്ന ചോദ്യം: മെഫീബോശത്തെ, ഞാൻ ഓടി ഒളിച്ച നാളിൽ, ഞാൻ യെരുശലേം വിട്ടുപോയ നാളിൽ നീ എന്നോട് കൂടെ വരാതെ ഇരുന്നത് എന്താണ്? മെഫീബോശത്ത് അതിന് കൊടുത്ത മറുപടി: അല്ലയോ യജമാനനായ ദാവീദ് രാജാവേ, ഞാനാണ് സീബയോട് പറഞ്ഞത് ഇസ്രായേലിലെ രാജാവിനെ എതിരേറ്റു പോയി ഭക്ഷണം കൊടുക്കണമെന്ന്. അടിയൻ മുടന്തനല്ലോ. അടിയൻ റെഡിയായി വന്നപ്പോഴേക്കും അവൻ എന്നെ കൂട്ടാതെ ഓടി മറഞ്ഞു കളഞ്ഞു. അവൻ എന്നെ കൊണ്ട് നുണയും പറഞ്ഞു പോയല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദാവീദ് രാജാവ് അവനോട് പറയുന്നു: ഇനി നീ ഒന്നും പറയേണ്ട, എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അല്ലയോ മെഫീബോശത്തെ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു നാളിൽ നിനക്കായിരുന്നു നിലം, ഇപ്പോൾ ഞാനത് സീബയ്ക്ക് കൊടുത്തു. ഇന്നിതാ ഞാൻ പറയുന്നു, നീയും സീബയും പകുതി വെച്ച് നിലമൊക്കെയും എടുത്തുകൊള്ളുക. അതിന് മെഫീബോശത്ത് പറയുന്ന ഒരു മറുപടിയുണ്ട്: എനിക്കൊന്നും വേണ്ട ദാവീദ് രാജാവേ, എല്ലാം അവൻ എടുത്തുകൊള്ളട്ടെ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, മെഫീബോശത്ത് എന്ന് പറയുന്ന ഒരു ഭിന്നശേഷിക്കാരനെ ചേർത്ത് നിർത്തുകയല്ല. അവനെ ഉള്ളതുപോലെ അറിഞ്ഞ് അവൻ്റെ ഹൃദയത്തെ അറിഞ്ഞവനായ ദാവീദ് രാജാവ്, ഇത് ദൈവത്തിൻ്റെ ദയയാണ്. ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ യാത്ര ചെയ്യുന്ന വഴികളിൽ, ജീവിക്കുന്ന എല്ലായിടങ്ങളിലും നമ്മെ ചേർത്ത് നിർത്തുന്ന, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന, നമ്മെ മനസ്സിലാക്കുന്നവനായ ഒരു ദൈവം. ഒരുപക്ഷെ വഞ്ചനയും ചതിയുമൊക്കെ ഉള്ള ലോകമാണിത്. നമുക്കറിയാം, ഒരുപാട് അന്ധര് കബളിപ്പിക്കപ്പെടുന്നുണ്ട്. അന്ധനായ ലോട്ടറി കച്ചവടക്കാരനെ കള്ളനോട്ട് കൊടുത്തിട്ട് ലോട്ടറി എടുത്തുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. വായിക്കാൻ കൽപ്പില്ലാത്ത പാവപ്പെട്ട ആളുകൾ വഴിയോരങ്ങളിൽ ഇരിക്കുമ്പോൾ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ്
പത്രത്താളുകളിലെ ലോട്ടറി അടിച്ച നമ്പരൊക്കെ തിരുത്തി കൊടുത്തിട്ട് അതിന് പണം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. ഈ ലോകം അങ്ങനെയാണ്. എന്നാൽ എന്നെയും നിങ്ങളെയും ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ട്. അത് ദൈവത്തിൻ്റെ ദയയാണ്. ഹൃദയത്തോടെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം. ഞാൻ ഈ ധ്യാനം അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ. 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുവെങ്കിൽ ഇനിയും നിങ്ങൾ ഓർക്കണം. 5ാമത്തെ ഒരു വിശേഷണം കൂടെയുണ്ട്. അത് പറയാതിരിക്കാൻ തരമില്ല. ഒരുപക്ഷേ നമ്മുടെ ഓർമ്മകളിലെ നമ്മളൊരു പക്ഷേ വിസ്മരിച്ചു പോകുന്ന ഒരു സംഭവമായിരിക്കാം അത്. ഈ രാത്രി 5ാമത്തെ വിശേഷണമായി ഞാനിങ്ങനെ പറയുന്നു, അല്ലയോ മെഫിബോശത്തെ, നീ ഇനിയും ചത്ത നായയല്ല. നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ഞാൻ ഒഴിച്ചു നിർത്തുകയാണ്. മരണത്തിന് വിട്ടുകൊടുക്കാതെ ഒഴിച്ചു നിർത്തിയ ദൈവത്തിൻ്റെ ദയയുണ്ട്. നിന്നോടുകൂടെ ദൈവത്തിൻ്റെ കരുണയുണ്ട്. നിന്നെ മരണത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല. ദാവീദ് രാജാവ് മെഫിബോശത്തിനോട് പറയുന്ന വാക്ക്. അതിനും അല്പം ചരിത്രം നിങ്ങൾ അറിയണം. ദാവീദ് രാജാവിൻ്റെ കാലം നിങ്ങൾക്കറിയണമോ? തുടർച്ചയായി 3 വർഷം കഠിനമായ ക്ഷാമമുണ്ടായി ദേശത്ത്. കഠിനമായ ക്ഷാമം, പട്ടിണിയാണ് ഇസ്രായേൽ രാജ്യത്ത്. ദാവീദ് രാജാവ് ദൈവത്തോട് ആലോചന ചോദിക്കുന്നുണ്ട്. യഹോവയായ ദൈവമേ, എന്ത് കാരണം കൊണ്ടാണ് ഈ മണ്ണിലിങ്ങനെ ക്ഷാമം, ഈ ദാരിദ്ര്യം? കാരണം എനിക്ക് പറഞ്ഞു തരണം. യഹോവയായ ദൈവം ദാവീദിന് കൊടുത്ത ഉത്തരം എന്താണെന്നറിയാമോ? നിർദോഷമായ രക്തം ചിന്തി. അതിൻ്റെ ശാപമാണിത്. ആരാണ് ചിന്തിയത്? ശൗൽ രാജാവ്. ഗിബിയോന്യരായ ചില ആളുകളുണ്ട്, പാവം പിടിച്ച ആളുകൾ. പാവം പിടിച്ച ഗിബിയോന്യരായ ആളുകളുടെ വംശം വരെ നശിച്ചു പോകും വിധം ശൗൽ അവരുടെ കുലം മുടിച്ചു കളയുവാനിറങ്ങിയവരെ വെട്ടിക്കളഞ്ഞു. അവരുടെ രക്തം ഭൂമിയിൽ നിലവിളിക്കുകയാണ്. അതുകൊണ്ട് പ്രതിശാന്തി ചെയ്യണം. ദാവീദ് ഗിബിയോന്യരെ വിളിപ്പിച്ചു. എനിക്ക് ദൈവം ഉത്തരം നൽകിക്കഴിഞ്ഞു ഗിബിയോന്യരെ. എൻ്റെ മണ്ണിലെ ഈ ശാപം മാറി അനുഗ്രഹം വരേണ്ടതിന് ഗിബിയോന്യരെ പറഞ്ഞാലും ഞാൻ എന്ത് പ്രതിശാന്തി ചെയ്യണം? ഗിബിയോന്യരായ ആളുകൾ ഇങ്ങനെ പറഞ്ഞു, പൊന്നും വെള്ളിയും തന്നാൽ അതിന് പ്രതിശാന്തിയാകില്ല. രക്തം രക്തം കൊണ്ട് വീട്ടണം. രക്തം കൊണ്ട് വീട്ടാൻ പഴയ നിയമകാലമാണ്. അതുകൊണ്ട് ഗിബിയോന്യർ ഒരു ഉപാധി വെച്ചു. ശൗലിൻ്റെ കുടുംബത്തിൽ 7 മക്കളെ ഏൽപ്പിച്ചു തരണം. ഗിബയിൽ വെച്ച് ഞങ്ങളവരെ തൂക്കിക്കളയും. 7 പേരെ വിട്ടുതരണം. ദാവീദ് രാജാവ് പറഞ്ഞു, വിട്ടുതരാം. ശൗലിൻ്റെ മക്കളായി, കൊച്ചുമക്കളായി 7 പേരുടെ എണ്ണം എടുക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 21-ാം അധ്യായത്തിൽ അതിൻ്റെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. 7-ാമത്തെ വാക്യം, 2 ശമൂവേൽ 21:7. എന്നാൽ ദാവീദും ശൗലിൻ്റെ മകനായ യോനാഥാനും തമ്മിൽ യഹോവയുടെ നാമത്തിൽ ചെയ്ത സത്യം നിമിത്തം രാജാവ് ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ മകൻ മെഫിബോശത്തിനെ ഒഴിച്ചു. 7 പേരെ വിട്ടുകൊടുക്കേണ്ട വഴികളിൽ മെഫിബോശത്തിനെ മരണത്തിൽ നിന്ന് ദാവീദ് രാജാവ് മാറ്റി നിർത്തുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അവസാനത്തോളം കടപ്പെട്ടവനായി ദാവീദ് മാറുകയാണ്. യോനാഥാനോടും ദൈവത്തോടും ഒരുപോലെ കടപ്പെട്ടവനായി ദാവീദ് മാറുകയാണ്. മരണത്തോളം മെഫിബോശത്തിനെ ചേർത്ത് നിർത്തുന്ന ഒരാളായി ദാവീദ് മാറുകയാണ്. ഇത്ര വലിയൊരു സ്നേഹം ലോകത്തിൻ്റെ ചരിത്രത്തിലില്ല. ഇത്ര വലിയൊരു ദൈവസ്നേഹമില്ല. യോനാഥാനെ, നീ നിമിത്തം നിൻ്റെ കുടുംബത്തോട് ഞാൻ ദയ കാണിക്കുകയാണ്. ഈ രാത്രി ഈ വിഷയം കേട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ ധ്യാനത്തിലൂടെ കടന്നുപോയ ദൈവത്തിൻ്റെ മക്കളെ, ഒരു പരമമായ സത്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആരോരും ചേർത്ത് നിർത്താത്തവരെ ചേർത്ത് നിർത്തുന്ന ദൈവത്തിൻ്റെ വലിയ കരുണയുണ്ട്. അവഗണിക്കപ്പെട്ടവരും തള്ളപ്പെട്ടവരും അഭയാർത്ഥികളായവരും ഭിന്നശേഷിക്കാരുമൊക്കെയുള്ള ഈ മണ്ണിൽ ദാവീദ് ദൈവത്തിൻ്റെ ദയ പങ്കുവെച്ചതുപോലെ സഭയ്ക്കാവുമോ ഒന്ന് ചേർത്ത് നിർത്താൻ? വിശ്വാസ സമൂഹമേ, നമുക്കാവുമോ ഒന്ന് ചേർത്ത് നിർത്തുവാൻ? ഒരു ചെറുവിരലെങ്കിലും അങ്ങ് നീട്ടിക്കൊടുത്തിട്ട് വിരൽ തുമ്പിലെങ്കിലും പിടിച്ചു കയറുവാൻ, ഒരു കാരുണ്യമായി ദയയായി നിൽക്കുവാൻ സഭയ്ക്കാവുമോ? ആവും എന്ന് ഞാൻ ആഴമായി വിശ്വസിക്കുന്നു. മാർത്തോമാ സഭ മുമ്പേ പറക്കുന്ന പക്ഷികളെപ്പോലെ തന്നെയാണ്. മാരാമൺ കൺവെൻഷനിൽ യാചകർ വന്നപ്പോൾ
ഇനിയും ഒരു യാചകരും ഇവിടെ ഉണ്ടാവരുത് എന്ന് കരുതി അവർക്ക് വേണ്ടി മന്ദിരങ്ങൾ പണി കഴിപ്പിച്ച സഭയാണ് ഈ സഭ. ഒരുപാട് ഭിന്നശേഷിക്കാരെ ചേർത്ത് നിർത്തുന്ന ഈ സഭ, കടപ്പാടുകൾ ദൈവത്തോടുള്ള ഈ സഭ നമുക്കുമാവണം. അങ്ങനെയാണെങ്കിൽ യോനാഥാൻ്റെ മകനായ മെഫിബോശത്ത് ചത്ത നായയല്ല, അവനോട് ദൈവത്തിൻ്റെ കരുണ കാണിക്കുകയാണ്. ഈ കരുണയ്ക്ക് ദയയ്ക്ക് 5 വിശേഷണങ്ങൾ. 1, അപ്പനായ യോനാഥാൻ നിമിത്തമുള്ള ദയയാണിത്. ഇതപ്പൻ്റെ നിമിത്തമുള്ള ദയ, അവരെ ഓർത്തുള്ള ദയ. അവന് വേണ്ടി രാജാവിൻ്റെ മേശയിൽ ഭക്ഷണമൊരുക്കുന്ന ദയയാണ്. രാജാവിൻ്റെ അവകാശത്തിൻ്റെ ഓഹരി നൽകുന്ന ദയ. അവൻ്റെ ഹൃദയമറിഞ്ഞ് അവനോട് കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ ദീർഘമായ ദയ. അവസാനത്തോളം മരണത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന ദൈവത്തിൻ്റെ ദയ. ഇത്ര വലിയ ദയയ്ക്ക് അവകാശികളായി ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കാം, ഉള്ളതൊക്കെ പങ്കുവയ്ക്കാം പ്രിയരെ. അതിനായി ദൈവം നമ്മെ വിളിക്കുന്നുവെന്ന് ഓർമ്മകളുണ്ടാവണം. അതിന് ഈ ധ്യാനം കേട്ട എല്ലാവർക്കും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.